വുദൂവിന്റെ സുന്നത്തുകളാണല്ലോ നമ്മൾ പറഞ്ഞു വന്ന്. എവിടെ എത്തി? ഇത്താലത്തുൽ ഉറത്ത. ഇത്താലത്തുൽ ഉറത്തി. ഉറത്ത് എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ വെളുപ്പ് എന്നാണ് വാക്കിന്റെ അർത്ഥം. എന്നാൽ ഇവിടെ മുഖത്തിന്റെ വെളുപ്പ് എന്ന് ഇപ്പോൾ വെളുപ്പല്ലെങ്കിലും നാളെ പരലോകത്ത് മുഖം പ്രകാശിക്കാൻ കാരണമാവുന്നത് കൊണ്ടാകാം മുഖം നീട്ടിക്കഴുകുക. ഈ ത്വാലത്ത് പറഞ്ഞാൽ നീട്ടുക എന്നാണല്ലോ. അപ്പൊ മുഖം ഇങ്ങനെ നീട്ടിപ്പിടിക്കുക എന്നല്ല. പിന്നെങ്ങനെ വ്യായാസില ഈ വുദൂ ചെയ്യുന്ന വ്യക്തി കഴുകൽ കൊണ്ട് ആ ഇത്താലത്തിന്റെ കോല പറയുന്നത് സൂറത്ത്. മഅൽ വജ്ഹി, മുഖത്തിന്റെ കൂടെ, മുഖത്തിന്റെ അതിർത്തി പറഞ്ഞല്ലോ നമ്മള്, ആ അതിർത്തി വരെ കഴുകൽ വുജൂബാണ്. അതിന്റെ കൂടെ കഴുകുക, എന്തും കൂടി കഴുകുക. മുഖദ്ദമ റഅ്സിഹി, തലയുടെ മുൻവശവും, ഉദ്നൈഹി, രണ്ട് ചെവിയുടെ മുൻവശവും, വസഫ്ഹതൈ ഉനുഖിഹി, പിരടിയുടെ രണ്ട് വശങ്ങളും, നേരെ കഴുത്തിന്റെ താഴെ രണ്ട് വശങ്ങളും. അപ്പോ ഈ മുഖത്തിന്റെ ചുറ്റുഭാഗത്തുമുള്ള ഭാഗങ്ങളിൽ ഫർളായ അതിർത്തിയുടെ അപ്പുറത്തേക്ക് അല്പം കയറ്റിക്കഴുകുന്നതിനാണ് ഈ ത്വാലത്തുൽ ഉറത്ത് എന്ന് പറഞ്ഞത്. അല്ലാതെ മുഖം ഇങ്ങനെ നീട്ടിപ്പിടിക്കാന്നല്ല. മുഖത്തിന്റെ കഴുകൽ ഉറത്ത് എന്ന് മുഖത്തിന് പറയാൻ കാരണം അതാണ്. സാധാരണ അസ്ലിൽ അറബി ഭാഷയിൽ ഉറത്ത് എന്ന് പറയാ, ചില കുതിരകളുടെ നെറ്റിയിൽ ഒരു വെളുത്ത പുള്ളി ഉണ്ടാവും. ഈ നെറ്റിയുടെ മുകളിൽ ഉണ്ടാകുന്ന ഈ വെളുത്ത പുള്ളിക്കാണ് ഉറത്ത് എന്ന് സാധാരണ അറബിയിൽ പറയാം. അത് പിന്നെ മുഖത്തുള്ള എല്ലാ വെളുപ്പിനും പറയുന്ന ഒരു പ്രയോഗം പിന്നീട് വന്നു. അപ്പൊ മുഖം വെളുക്കുക എന്ന അർത്ഥം അതിന് വരും. അപ്പൊ ഇവിടെ വെളുക്കുന്നത് അത് ഞാൻ ഹദീസിൽ പറയും. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് നാളെ പരലോകത്ത് എന്റെ ഉമ്മത്തുകളെ വിളിക്കപ്പെടുന്നത് ഉറമഹജ്ജനീങ്ങളായിട്ടാണ്. ആ പറഞ്ഞ ഉറ് അതിന്റെ ഏകവചനാണ് ഉറത്ത്. അപ്പൊ മുഖത്തിന് പ്രകാശം, വെളുത്ത് പ്രകാശിക്കുന്നവരായതുകൊണ്ട് അതിന് കാരണം ഈ ഉറത്ത് മുഖത്തിന്റെ വെളിച്ചം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കാൻ കാരണമാണ് വുദൂ ചെയ്യുന്ന സമയത്ത് ഫർളായ ഖദറിനെക്കാട്ടിലും അല്പം കൂടുതൽ കഴുകുക എന്നത്. അപ്പൊ അതൊരു സുന്നത്ത്. അപ്പൊ ആ കൂട്ടത്തിൽ ഉറത്ത് തന്നെ അതിന് പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ ഇത്വാലത്തു തഹ്ജീലിൻ, കൈകാലുകൾ കഴുകുമ്പോൾ അതും തന്നെ നീട്ടിക്കഴുകുക. കൈകാലുകൾ നീട്ടിക്കഴുകാനെ കയ്യും കാലും നീട്ടിപ്പിടിച്ച് കഴുകാന്നല്ല. പിന്നെ എങ്ങനെ മഅല്യദൈനി, രണ്ട് കൈ കഴുകുന്ന കൂട്ടത്തിൽ അതിന്റെ കൂടെ കഴുകൽ കൊണ്ട് ബാഗുൽ, രണ്ട് തോളം കൈയിന്റെ അല്പത്തെ മുട്ടുവരെ, മുട്ട് ഉൾപ്പെടെയുള്ളതാണല്ലോ നമ്മൾ ഫർദ് പറഞ്ഞത്. അവിടെ നിന്ന് അങ്ങോട്ട് ചുമല് വരെ നീണ്ടു കിടക്കുന്ന കൈയാണ് അവുദ്. ആ അവുദിൽ നിന്ന് അല്പം കഴുകിയാൽ അസ്ലു സുന്നത്ത് കിട്ടും. ഓമാരിജിലൈനി, രണ്ട് കാലിന്റെ കൂടെ കൈകൾ കൊണ്ട് ബാഗസാക്കൈനി, രണ്ട് തണ്ടൻ കാലിൽ നിന്ന് നെരിയാണി വരെ കഴുകൽ അഥവാ നെരിയാണി ഉൾപ്പെടെ കഴുകൽ ഉജൂബാണല്ലോ. ആ നെരിയാണി ഉൾപ്പെടെ കഴുകുമ്പോ അതിന്റെ തൊട്ട് മേപ്പെട്ട് പോയാൽ പിന്നെ സാക്കായി, തണ്ടക്കാൽ. ഈ സാക്കിൽ നിന്നിട്ട് അല്പം കഴുകിയാൽ കാലുകൾ നീട്ടി കഴുകുക എന്ന് പറഞ്ഞതിന്റെ ചുരുങ്ങിയ രൂപമായി. അപ്പൊ തോളം കൈയിൽ നിന്നിട്ട് അല്പവും തണ്ടൻകാലിൽ നിന്നിട്ട് അല്പവും കൂടി കഴുകിയാൽ ഫർദിനേക്കാൾ അല്പം കൂടുതലായി അസ്ലു സുന്നത്ത് കിട്ടും. എന്നാൽ ഈ തഹ്ജീലിന്റെ പരിധി പരമാവധി എവിടെ വരെ എത്താം? കുറച്ച് കഴുകിയാൽ തന്നെ അസ്ലു സുന്നത്ത് കിട്ടും. എന്നാൽ ഈ തഹ്ജീലിന്റെ ഓയത്ത് അറ്റം ഇസ്തിആബുൽ അവുദി, തോളം കൈനെ മുഴുവനാക്കലാണ്. വസ്സാഖി, അതുപോലെ തന്നെ ഈ കണങ്കാലിനെയും എന്ന് പറഞ്ഞാൽ കാലിൻ കഴുകി മുട്ടുവരെ, കാലിന്റെ മുട്ടുവരെ ആണ് കഴുകുക. എന്നാൽ കാലിനെ നീട്ടിക്കഴുകുക എന്ന് പറഞ്ഞതിന്റെ അറ്റം വരെ. അപ്പൊ അതിന്റെ മേപ്പെട്ട് തുടമ്മക്ക് കഴുകൽ സുന്നത്തപ്പെടൂല. എന്നതുപോലെ തോളം കൈ വരെയാണ് കഴുകുക.
എന്നാൽ ചുമലിലേക്ക് കയറ്റൽ സുന്നത്തപ്പെടൂല. വദാലിക ഇങ്ങനെ ഇത്വാലത്തും എന്ന മുഖവും കൈകാലുകളും ഫർളായതിനേക്കാൾ കൂട്ടിക്കഴുകുക എന്ന് പറയൽ സുന്നത്താണെന്ന് പറഞ്ഞതിന്റെ ദലീല് ദലീല് ദാലിക എന്നർത്ഥം. ദാലിക എന്ന് പറഞ്ഞ ഇനിയിപ്പോ എങ്ങനെ എന്നെ തർക്കീബ് വെക്കുക എന്ന് പറഞ്ഞ ഇടങ്ങാറാണ്ട. വദലീലു ദാലിക ഇങ്ങനെ തഅജീലിന്റെയും ഉറത്തിന്റെയും ഇത്വാലത്ത് സുന്നത്താണ് എന്ന് പറഞ്ഞതിനുള്ള തെളിവ് ലിഖബരി ഷെയ്ഖൈനി ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസുണ്ട്. ഇന്ന ഉമ്മത്തി യുദ്ഔന, തീർച്ചയായും എന്റെ ഉമ്മത്തുകളെ വിളിക്കപ്പെടുന്നതാണ് യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിന്റെ അന്ന് എങ്ങനെ വിളിക്കപ്പെടുന്നതാണ്? ഉറൻ മുഹജ്ജലീന, അവര് തന്നെ മുഖവും കൈകാലുകളും വെളുത്തവരായ സ്ഥിതിയിൽ എന്ന്, അല്ലെങ്കിൽ ഉറം മുഹജ്ജലീൻ, മുഖവും കൈകാലുകളും വെളുത്തവരെ എന്ന് രണ്ടു നിലക്കും ആ ഹദീസിനെ ഇമാമിയങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പൊ മലായിക്കത്ത് വിളിച്ചു പറയാതെ കൈകാലുകളും മുഖവും വെളുത്തവരെ എന്ന് വിളിക്കും. ആ സിഫത്ത് മോമിനീങ്ങൾക്ക് മാത്രമേ ഉണ്ടാവൂ. ഒതു കൊടുത്തവർ നിസ്കരിക്കാത്തവർ ജാഗ്രത. ഒതു കൊടുക്കാനും ഇല്ല നിസ്കരിക്കാനും ഇല്ല നമ്മളും മാപ്പിള തന്നെ എന്ന് പറഞ്ഞിങ്ങനെ നടന്നാൽ മുഖവും കൈകാലുകളും വെളുത്തേക്കൂല. അപ്പൊ അവരെ വിളിക്കൂല. ഓർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളുടെ പട്ടികയിൽ കയറിക്കൂടാൻ കഴിയില്ല. അല്ലാഹു തആല കാക്കട്ടെ. നന്നായിട്ട് വുദൂ ചെയ്ത് നന്നായി നിസ്കരിക്കണം, എങ്കിലേ അവിടെ ആ കൈകാലുകളും മുഖങ്ങളും പ്രകാശിക്കുള്ളൂ. അതുകൊണ്ട് എങ്ങനെ കൈകാലും മുഖങ്ങളും വെളുത്തവർ മിൻ ആസാരിൽ വുദൂ, വുദൂഇന്റെ അസർ കാരണം, ഇങ്ങനെ വുദൂഇന്റെ വെള്ളം ഉപയോഗിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് അതിന്റെ അസർ എന്ന നിലക്ക് മുഖവും കൈകാലുകളും ഇങ്ങനെ പ്രകാശിക്കും. മറ്റൊരു ഹദീസിൽ കാണാൻ ഉമ്മത്തിന് എത്രയോ ജനങ്ങൾ ഒരുമിച്ച് കൂടി എല്ലാ നബിമാരുടെ ഉമ്മത്തിന്റെ കൂട്ടത്തിൽ നിന്നിട്ട് തങ്ങളുടെ ഉമ്മത്തിനെ എങ്ങനെയാണ് തങ്ങൾ തിരിച്ചറിയുക എന്ന് ചോദിച്ചപ്പം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറഞ്ഞത്, എന്റെ ഉമ്മത്ത് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ തിരിച്ചറിയാൻ എനിക്ക് യാതൊരു വിഷമം ഉണ്ടാവില്ല. കുറെ ആളുകളുടെ ഒട്ടകങ്ങൾ ഒന്നിച്ച് മേയുന്ന കൂട്ടത്തിൽ ഒരു മുതലാളിന്റെ ഒട്ടകത്തിന്റെ കൈയും കാലും മുഖവും നല്ല വെളുത്തിട്ട, ബാക്കിയുള്ള ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ എത്ര ഒട്ടകത്തിന്റെ കൂട്ടത്തിലാണെങ്കിലും കയ്യും കാലും മുഖവും വെളുത്തതാണ് എന്ന അടയാളം ഉണ്ടായ ആ മുതലാളിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമല്ലോ. എന്നതുപോലെ വുദൂഇന്റെ അസർ കാരണം എന്റെ ഉമ്മത്തുകളുടെ മുഖവും കൈകാലുകളും വെളുത്തിരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചറിയണമെങ്കിലും വുദൂഇന്റെ അസർ കൊണ്ടിട്ട് കൈകാലും മുഖവും വെളുത്തിരിക്കണം. അതുപോലെ തന്നെ മലായിക്കത്ത് ഈ ഉമ്മത്തിനെ പ്രത്യേകം വിളിക്കുമ്പോൾ സമയത്തും വുദൂഇട്ടവർക്ക് മാത്രമേ മുഖവും കൈകാലുകളും വെളുത്തിട്ടുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഫമനിസ്തതാഅ നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും സാധ്യമാകുമെങ്കിൽ അയ്യുത്തീല ഉറത്തഹു, അവന്റെ മുഖം കഴുകുമ്പോൾ നീട്ടിക്കഴുകാൻ സാധിക്കുമെങ്കിൽ ഫൽയഫ്അൽ, അങ്ങനെ അവൻ നീട്ടിക്കഴുകിക്കൊള്ളട്ടെ എന്ന് പറയുന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുന്നുണ്ട്. അവളിപ്പോ ഉറത്ത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, എന്നാൽ സാദ മുസ്ലിമുൻ, ഇവിടെ മുസ്ലിമിന്റെ റിവായത്തിൽ കൂടുതലുണ്ട് വതഹ്ജീലഹു എന്നുകൂടി. എന്ന് കൈകാലുകളെയും മുഖത്തെയും കയറ്റിക്കഴുകാൻ സാധിക്കുമെങ്കിൽ ഫല്യഫ്അൽ, അങ്ങനെ ചെയ്തു കൊള്ളട്ടെ എന്ന്. അപ്പൊ മുഖവും കൈകാലുകളും പരമാവധി നീട്ടിക്കഴുകണം എന്ന് തന്നെയല്ല ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങള് വുദൂ എടുക്കുമ്പോൾ കുപ്പായം കഴിച്ചിട്ടാ വുദൂ എടുക്കുന്നത്. ആദ്യകാലത്ത് കുപ്പായൊന്നും ഇല്ലെങ്കിലും പിന്നെ ഗവർണർ വരെ ആയില്ലേ, എന്നാലും കുപ്പായം കഴിച്ചിട്ടാ വുദൂ എടുക്കുക. അങ്ങനെ കൈ എടുക്കുമ്പോ തോള് വരെ അടുക്കും, കാല് കേൾക്കുമ്പം കാലിന്റെ മുട്ട് വരെ അടുക്കും. അപ്പൊ തന്റെ ശിഷ്യന്മാരിത് ഇങ്ങനെ നോക്കിക്കുക. വുദൂ എടുത്ത് കഴിഞ്ഞാൽ ഒരു ശിഷ്യൻ ചോദിച്ചു, അല്ല തങ്ങളെ എന്ത് കൈകലാത്? എടാ നിങ്ങൾ നോക്കിക്കണ്ടെന്ന് ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ നോക്കിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ചെയ്യൂല. ഇനി ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പറഞ്ഞ ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഏത്? തബ്ലഗുൽ ഹില്യത്തു മിനൽ മുഅ്മിനി ഹൈസു യബ്ലഗുൽ വുളൂ ചെയ്യുന്ന സമയത്ത് അതിന്റെ വെള്ളം എത്തിയോടത്തൊക്കെ നാളെ പരലോകത്ത് ആഭരണം ധരിക്കപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തോള് വരെ അത് കൈകാല് കയ്യുമ്മലുള്ള ആഭരണം തോള് വരെ എത്തിക്കിട്ടുമല്ലോ, കാലുമുള്ള ആഭരണം മുട്ടുവരെ എത്തിക്കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് പരമാവധി മുട്ടുവരെയും തോള് വരെയും ആണ് എന്ന്. ഐ എന്ന് പറഞ്ഞാല് യുദ്ഔന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഅജ്ജലീൻ എന്ന് പറഞ്ഞതിന്റെ തഫ്സീർ, ഐ യുദ്ഔന അവരെ വിളിക്കപ്പെടും, ബീവൽ വുജൂഹി വൽ ഐദി വൽ അർജുൽ കൈകളും കാലുകളും മുഖങ്ങളും വെളുത്തവരായിട്ട് വിളിക്കപ്പെടും. വെളുത്തവർ എന്ന് വിളിക്കപ്പെടും, വെളുത്തവരായ രീതിയിൽ വിളിക്കപ്പെടും. രണ്ട് തഫ്സീറും ഉണ്ട്. എന്നാൽ വയസുലു അഖല്ലുൽ ഇത്വാലത്തി ഈ കൈകാലുകളും മുഖങ്ങളും നീട്ടിക്കഴുകുക എന്ന് പറഞ്ഞ സുന്നത്തിന്റെ ചുരുങ്ങിയ രൂപം ലഭിക്കും. ബി ഒസ്ലി അതിനാസിയാദത്തിനൽ വാജിബി മുഖം കഴുകുന്ന വാജിബായ സ്ഥലത്തിനേക്കാൾ കുറച്ചൊന്ന് കൂട്ടിയാലും കൈയും കാലും കഴുകുന്ന ഫർളായ ഖദറിനേക്കാൾ കുറച്ച് കൂട്ടിയാലും ചുരുങ്ങിയ സുന്നത്ത് കിട്ടും. വകമാലുഹ എന്നാൽ ഈ ഇതാലത്തിന്റെ പൂർണ്ണമായ രുചി ലഭിക്കല് ബിസ്തിആബി മാമറ മേൽ പറഞ്ഞ കൈ കഴുകുമ്പോ അത് തോള് വരെയും കാല് കഴുകുമ്പോ മുട്ടുവരെയും കഴുകുമ്പോൾ അതിന്റെ പൂർണ്ണമായ ഒരു കമാലിയത്ത് കിട്ടുകയും ചെയ്യും. അതിന്റെ ഇടക്കൊക്കെ ചെയ്താൽ അവനാന് പണ്ട് ബീരാമൂലാർക്ക് പറഞ്ഞതുപോലെ അവനാന് വേണമെങ്കിൽ അവനാൻ പറിക്കുക, അവനാന് വേണ്ടത് അവനാൻ പറിക്കാറ്. കുറച്ചു കൂടിയാ കുറച്ച് സുന്നത്ത് കിട്ടും, കുറച്ചും കൂടി അതിനേക്കാളും കുറച്ചു കൂടിയാ അതിനത്ര സുന്നത്ത് കിട്ടും. തോള് വരെ എത്തിയാൽ മുഴുവനും സുന്നത്തായി കിട്ടും. അത്രയും സ്വർഗത്തിലുള്ള ആഭരണവും കിട്ടും. അതാ ഇനി ഓരോരുത്തരും എത്ര വേണമെന്ന് അവരാൻ തീരുമാനിച്ചാൽ മതി നടത്തും. ആട്ടെ, പിന്നെ വത്തസിരീസു കുല്ലിൻ എല്ലാം മുമ്മൂന്നാക്കുക. എല്ലാം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം? മഹസൂലിൻ കഴുകപ്പെടുന്ന അവയവങ്ങളിൽപ്പെട്ട എല്ലാം മുമ്മൂന്നിച്ച പ്രാവശ്യം കഴുകുക. വമംസൂഹിൻ തടയപ്പെടുന്ന അവയവങ്ങളും എല്ലാം 3 പ്രാവശ്യമാക്കുക. അവയവങ്ങൾ തടയുന്ന കേട്ടോ, തലപ്പാവിന്റെ മേൽ തടയല് അതല്ലെങ്കിൽ ഹുഫന്റെ മേൽ തടയല് അതൊന്നും 3 വട്ടമാക്കിക്കൊള്ളുന്നില്ല. അത് തടയപ്പെടുന്ന അവയവമല്ല, മനസ്സിലായില്ലേ? തടയപ്പെടുന്ന അവയവം എന്ന് പറഞ്ഞാല് തലയും ചെവിയുമാണ്. കഴുകപ്പെടുന്ന പറഞ്ഞാൽ ഉളുവിന്റെ ബാക്കി സുന്നത്തായ ഫർളായ അവയവങ്ങളും. അതൊക്കെ 3 പ്രാവശ്യമാക്കുക. മിമ്മൗസൂലിൻ വമംസൂഹിൻ വദൽകിൻ കേട്ടോ. അവയവങ്ങൾ തേക്കുന്നത് 3 പ്രാവശ്യമാക്കുക. 3 പ്രാവശ്യം കഴുകുന്നുണ്ടെങ്കിലും 1 പ്രാവശ്യം അവയവങ്ങൾ തേച്ചൊഴിച്ചു എന്നാൽ അസുൽ സുന്നത്ത് കിട്ടും. 3 വട്ടാക്കിയാൽ പൂർണ്ണമായ സുന്നത്ത് കിട്ടും. എന്നതുപോലെ തഹ്ലീലിൻ വിരലുകൾ തിക്കാറ്റുക, പല്ലിന്റെ ഇട തഹ്ലീൽ ചെയ്യുക തുടങ്ങിയതൊക്കെ അതും 3 പ്രാവശ്യം ആക്കുക. വസിവാക്കിൻ ബിസ്വാക്ക് ചെയ്യലും അതുപോലെ തന്നെ 1 വട്ടം പറഞ്ഞേക്ക് വലതുഭാഗം ഉള്ളും പുറവും മേലെ പിന്നെ താഴെ, പിന്നെ ഇടതുഭാഗം മേലെയും താഴെയും ഉള്ളും പുറവും അതുപോലെ തന്നെ അണ്ണാക്കും പിന്നെ നാവും 1 പ്രാവശ്യം, പിന്നെ 2ാമത്തെ പ്രാവശ്യം, പിന്നെ 3ാമത്തെ പ്രാവശ്യം, ഇങ്ങനെ 3 വട്ടം അല്ലേ. ദൽകുൻ എന്ന് പറഞ്ഞുടയല്ലാണ്. അരുലജി ദൽകുൻ എന്ന് വേണമെങ്കിൽ പറഞ്ഞുടയൊന്നുമില്ല. 2 തെർക്കീബ് വരും, മനസ്സിലായോ? പക്ഷേ കിതാബിൽ പറഞ്ഞ നേരെ തെർക്കീബ് അനുസരിച്ച് തസ്ലീസു കുല്ലിൻ മിൻ മൗസൂലിൻ എന്ന് പറഞ്ഞോടത്തേക്ക് അങ്ങോട്ട് അത്ഫായിട്ടാ വെക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ വദൽകിൻ വതഖ്ലീലിൻ വസിവാക്കിൻ വബസ്മലത്തിൻ വദിക്രിൻ അഖബഹു എന്നൊക്കെ ജറ് കൊണ്ട് തന്നെയാണ് പറയേണ്ടത്. എന്നാൽ ആശയക്കാരൻ അവിടെ
ഒരു മഹ്ദൂഫിനെ തഖ്ദീർ ചെയ്തിട്ട് അവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു മഹ്ദൂഫിനെ തഖ്ദീർ ചെയ്യേണ്ടി വരും. അങ്ങനെ മഹ്ദൂഫിനൊക്കെ തഖ്ദീർ ചെയ്താൽ ഒരു മുദാഫ് കുല്ലിന്റെ മുമ്പ് ഇവിടെ തസ്ലീസു കുല്ലിൻ അത്ഫു അലാ മാ ബഅദഹു അൽ മുദാഫി അല്ലദീ ഖദ്ദർതുഹു ഖബ്ല ലഫ്ദ് കുല്ല്. കണ്ടോ, കുല്ലിന്റെ മുമ്പ് ഒരു മഅ്റൂഫായ മുദാഫിനെ തഖ്ദീർ ചെയ്തിട്ട് അയിമക്ക് വെച്ചിട്ട് ദൽകുൻ, തഖ്ലീലുൻ, സിവാക്കുൻ, ബസ്മലത്തുൻ, സിക്റുൻ എന്നൊക്കെ റഫ്അ കൊണ്ട് പറയാം. പക്ഷെ അത് വാഹിറിന്റെ എതിരാ. വാഹിർ കിതാബിന്റെ ഇബാറത്ത് അനുസരിച്ച് മിൻ മൗസൂലിൻ എന്ന് പറഞ്ഞോടത്തേക്ക് അങ്ങനെ അത്ഫ് ചെയ്ത് വേണ്ടൊക്കെ ജറുകൊണ്ടാണ് വായിച്ചാൽ മതി. മനസ്സിലായില്ല? അപ്പോ മിസ്വാക്ക് 3 വട്ടാക്കുക, വബസ്മലത്തിൻ ബിസ്മി അല്ലതിനെ അതും 3 വട്ടാക്കുക, വസിക്കിരിൻ സിക്റിനെയും 3 വട്ടാക്കുക. ആഖിബുഹു എന്ന് പറയാതിരുന്നാൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് ആശയക്കാരൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാ ദിക്റും പെട്ട് മുൻകൈ ഇരിക്കുമ്പോൾ മഅൂദും ബിസ്മി 3 വട്ടം ചെല്ലുക, ഷഹാദത്തും അതുപോലെ തന്നെ ഹംദും അതും 3 വട്ടം ചെല്ലുക, ശേഷമുള്ള ദിക്റും 3 വട്ടം ചെല്ലുക എന്ന് കിട്ടും. ആഖിബുഹു കൂട്ടാതിരുന്നാൽ ആരാണ് ഒരു ശൈത്താനെ വിട്ടത്? ആരാണ്? കുട്ടികളാരെങ്കിലും ആണോ? വലിയോലാണെങ്കിൽ ശരിക്കുള്ള ശൈത്താൻ തന്നെ. കുട്ടികളാണെങ്കിൽ പിന്നെ പോലെ പറ്റി പറഞ്ഞിട്ട് തരില്ല. നല്ലൊരു ദർസിന്റെ ഇടയില് ബുദ്ധിയില്ലാത്തവരെല്ലാ കൂട്ടത്തിലും ഉണ്ടാവും. പക്ഷെ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടാവില്ല, കുട്ടികളുടെ കൂട്ടത്തില് അല്ലെങ്കിൽ ശരിക്കുള്ള ഭ്രാന്തന്മാരെവിടുന്നെങ്കിലും അങ്ങനെ ഉണ്ടാവുമല്ലോ. കൂട്ടത്തില് ഇങ്ങനെ വരുന്ന ഭ്രാന്തന്മാരുണ്ടാവും. ഞാൻ അതൊന്ന് ഒഴിവാക്കാട്ടോ ബാലരാജ്. എന്റെ സ്ക്രീനാണ് ക്ലീൻ ചെയ്താട്ടല്ല, ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടുന്ന ഒരു പൂർത്തിയാണ്. നിങ്ങൾ വേറെ അടിച്ചോളി. കാരണം അതേതോ ബുദ്ധിയില്ലാത്ത കുട്ടികളോ അതല്ലെങ്കിൽ സാക്ഷാൽ വല്ല കാഫിരീങ്ങളൊക്കെ വന്നവരുണ്ടാവുമല്ലോ. കാരണം ഇതിലിപ്പോ ആരോ കാഫിർ ഉണ്ടല്ലോ ഇതില്. രണ്ടാമത് വീണ്ടും വിട്ടിരിക്കുന്നു. ഓനൊന്ന് കെട്ടിട്ടാണ്. നമുക്ക് കാണില്ലേ? അനുരാജി കാണില്ലേ? ഇപ്പൊ ഒരു മൂലിന്റെ തലയാണ് ഇപ്പൊ വിട്ട്, മറ്റേത് ഒഴിവാക്കിയപ്പോ ഇത് അങ്ങനെ എടുക്കാൻ കഴിയൂല. അതിന്റെ ഇടയിൽ അവനെ കെട്ടിയില്ല. അവന് ഇതിപ്പോ സ്ക്രീൻ ഒഴിവാക്ക, അടുത്ത് ഇനി അടിക്കാതെക്കാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയത് അവൻ എന്നെങ്കിലും ഡോട്ട് കൊടുക്കുക. ശരിയല്ലേ? എന്താ കാട്ടുക? മൂരിയാവൂല. കാഫിരീങ്ങൾ ആരെങ്കിലും വയ്ക്കാറ്, അല്ലെങ്കിൽ പിന്നെ തമ്മീസ് ഇല്ലാത്ത കുട്ടികൾ. ഈ രണ്ടാലൊന്നേ ചെയ്യുള്ളൂ. ആട്ടെ. അപ്പോ വുദൂവിന്റെ ശേഷമുള്ള ദിക്റും എന്താക്കുക? 3 പ്രാവശ്യമാക്കുക. വുദൂവിന്റെ ശേഷമുള്ള ദിക്റ് മാത്രമല്ല മറ്റേ ദിക്റും വേണം. അതുകൊണ്ടാണ് പറഞ്ഞ ആഖിബുഹു ഇല്ലാതിരുന്നാൽ എല്ലാ ദിക്റും വരും, ശേഷമുള്ളതും അല്ലാത്തതൊക്കെ. ഇങ്ങനെ കഴുകപ്പെടുന്നതോ തടവപ്പെടുന്നതോ ആയ അവയവങ്ങളും അവയവങ്ങൾ തേച്ചുരക്കലും തിക്കകറ്റലും മിസ്വാക്കും ബിസ്മി ചൊല്ലലും ദിക്റും എല്ലാം 3 പ്രാവശ്യമാക്കുക എന്നത് ഉണ്ട്. ലിൽ ഇത്തിബായി ഫീ അക്സരി ദാലിക. ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ അധിക എണ്ണത്തിലും ഇത്തിബായി തന്നെ. ദൽക്ക് പോലത്തതിൽ ഹദീസിൽ അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷേ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അവയവങ്ങൾ തേച്ചുരക്കൽ വാജിബാണ് എന്ന് പറഞ്ഞത് കൊണ്ട് അതൊരു മുഅക്കദായ സുന്നത്തായി എണ്ണിയതാണ്. മനസ്സിലായില്ലേ? അതാണ് അക്സർ അധിക എണ്ണത്തിലും ഇത്തിബാണ് എന്ന് പറയാൻ കാരണം. ചിലതിൽ ഖിയാസ. അതിലൊക്കെ ഹദീസുകൾ ആശയക്കാർ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ഹദീസിലൊക്കെ ഒന്നും കടന്നു പോകുന്നില്ല. ഇനി വയഹ്സുലു തസ്ലീസു. ഇപ്പൊ 3 പ്രാവശ്യമാക്കൽ സുന്നത്തുണ്ടല്ലോ. ഈ സുന്നത്ത് കരസ്ഥമാകും ബിറംസിൽ യദി, കൈ മുക്കലുകൊണ്ട്. മസലൻ കൈ എന്ന് പറഞ്ഞൊരു ഉദാഹരണം. മുഖം പറ്റുമെങ്കിൽ മുഖം പറ്റ്, കാല് പറ്റുമെങ്കിൽ കാലും പറ്റ്. ഇങ്ങനെ ഈ കഴുകപ്പെടുന്ന അവയവത്തെ മുക്കുക. ഈ മുക്കുക എന്ന് പറഞ്ഞ പോലെ ഫീമായിൻ ഖലീലിൻ 2 കൊല്ലത്തിനേക്കാൾ താഴെയുള്ള വെള്ളത്തിലായിരുന്നാലും വിരോധമില്ല. ഇതറക്കഹ വെള്ളത്തിൽ മുക്കുന്നു ഒന്ന്
എന്നിട്ട് പിന്നെ ഇതാ ഹറക്കഹ മറത്തേനി രണ്ടട്ട ഇങ്ങനെ ഇളക്കുകയും ചെയ്താൽ തസ്ലീസ് കിട്ടും. ഫർള് ആദ്യം പുറത്തേക്ക് കാട്ടി കഴുകി എന്നിട്ട് സുന്നത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിലേക്ക് കൈയിട്ടിട്ടൊന്നും ഇങ്ങനെ ഇളക്കി, എന്നാൽ തസ്ലീസ് കിട്ടും. അല്ല ഫർള് പുറത്തേക്ക് കാട്ടി ചെയ്യാതെ ആണെങ്കിലോ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലാണെങ്കിൽ വെള്ളം മുസ്തഅമലാവും, എന്നാലും പുറത്തെടുക്കുന്നത് വരെ ഉള്ളത് ഉപയോഗിക്കാം. അപ്പൊ ഈ തസ്ലീസ് കിട്ടും. പക്ഷെ അടുത്ത അവയവം കഴിയാൻ കഴിയില്ല എന്നർത്ഥം. അല്ലെങ്കിൽ പിന്നെ 2 കൊല്ലത്ത് വേണം. ഓക്കെ. ഇതിപ്പം കെട്ടിക്കുന്ന വെള്ളത്തിലാണ് കയ്യനക്കുക അറിഞ്ഞത്. ഒലിച്ചു പോകുന്ന വെള്ളത്തിലാണെങ്കിൽ ഈ അവയവം വെള്ളത്തിൽ ഇങ്ങനെ താത്തി വെച്ചാൽ മതി. വെള്ളം ഇങ്ങനെ 1, 2, 3 എന്ന് കണക്കാക്കാൻ പറ്റുന്ന നിലക്ക് വെള്ളത്തിന്റെ ഒഴുക്കുകൾ അതിലൂടെ കടന്നുപോയാലും ഈ തസ്ലീസിന്റെ സുന്നത്ത് കിട്ടും. ഇനി വലോ റദ്ദദ മാ അൽ ഗുസ്ലത്തി സാനിയത്തി, രണ്ടാമത്തെ വട്ടം കഴുകിയതിലുള്ള ആ വെള്ളത്തെ തിരിച്ച് വീണ്ടും അവയവത്തിലേക്ക് തന്നെ കൊണ്ടുവന്നല്ലോ, ഹസനലഹു അവന് കരസ്ഥമാകും അസ്ലു സുന്നത്തി തസ്ലീസി, 3 പ്രാവശ്യമാക്കുക എന്നതിന്റെ അസ്ലു സുന്നത്ത് കിട്ടും. 1 നേരത്തെ ഫർള് കഴുകി, രണ്ടാമത്തെ സുന്നത്തായ കഴുകി ആ വെള്ളം കൊണ്ട് 3ാമത്തെ വട്ടം കൂടി കഴുകി. 2ാമത്തെ വട്ടം ഫർളിലല്ലല്ലോ ഉപയോഗിച്ചത്, സുന്നത്തിലാണല്ലോ. സുന്നത്തിൽ ഉപയോഗിച്ച വെള്ളം മുസ്തഅമൽ എന്നുള്ള ഹുക്മ് വരൂല. അപ്പൊ അതേ വെള്ളം കൊണ്ട് ഒന്നും കൂടിയാക്കിയാൽ 3 വട്ടമാവും. പക്ഷേ പൂർണ്ണ രൂപം അതല്ല. 2ാമത്തെ വട്ടം കഴുകിയ വെള്ളം ഒഴിവാക്കി വേറെ പുതിയ വെള്ളം എടുത്തുകൊണ്ട് 3ാമത്തെ വട്ടം കഴുകലാണ് പൂർണ്ണമായ സുന്നത്ത്. അതാണ് ഈ 2ാമത്തെ വട്ടം കഴുകിയ വെള്ളം മടക്കിയിട്ട് അതുകൊണ്ട് 3ാമത്തെ വട്ടം കഴുകിയ അസ്ലു സുന്നത്തേ കിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം ആ വെള്ളം ഒഴിവാക്കി പുതിയ വെള്ളം എടുക്കലാണ് ഏറ്റവും നല്ലത്. അതെടുത്താൽ പൂർണ്ണമായി. അല്ല ആ വെള്ളം കൊണ്ട് തന്നെ ആയാലോ മുസ്തഅമൽ എന്നുള്ള വിധി വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ 2ാമത്തെ വട്ടം കഴുകിയ വെള്ളം കൊണ്ട് തന്നെ 3ാമത്തെ വട്ടം കഴുകിയ തസ്ലീസിന്റെ അസ്ലു സുന്നത്ത് കിട്ടും എന്ന് കമസ്തലഹു ശൈഖുന. ഈ വെള്ളത്തെ മടക്കി അതുകൊണ്ട് 3ാം വട്ടം കഴുകിയാൽ അസ്ലു സുന്നത്ത് കിട്ടും എന്നത് വാഹിറാണ് എന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പം 3 വട്ടാക്കൽ സുന്നത്തുണ്ട് എന്ന് വന്നു. എന്ത് വെള്ളം എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മനസ്സിലായില്ല. വലോ റദ്ദദ മാ അൽ ഗുസ്ലത്തി സാനിയത്തി, അവയവങ്ങൾ കഴുകുന്ന ഫർളിൽ ഉപയോഗിച്ച വെള്ളമല്ല, അതാ 2ാമത്തെ വട്ടം എന്ന് പറഞ്ഞ്. 2ാമത്തെ കഴുകൽ സുന്നത്തല്ലേ ഉള്ളൂ. ആ സുന്നത്തിൽ ഉപയോഗിച്ച വെള്ളത്തെ തർദീദ് ചെയ്തു പറഞ്ഞാൽ അതിനെ ഇങ്ങോട്ട് തന്നെ മടക്കി കൊണ്ടുവന്ന് 2ാമത് 3ാമത്തെ പ്രാവശ്യം അതുകൊണ്ട് തന്നെ കഴുകി. അങ്ങനെ കഴുകിയാല് അസ്ലു സുന്നത്ത് കിട്ടും എന്ന് പറഞ്ഞാൽ തസ്ലീസിന്റെ യഥാർത്ഥ സുന്നത്ത് അല്ല. 2ാമത്തെ കഴുകൽ എന്ന് പറഞ്ഞാൽ അസ്ലു സുന്നത്താണല്ലോ. ആ സുന്നത്തിൽ ഉപയോഗിച്ച വെള്ളം മുസ്തഅമലാവൂല. മുസ്തഅമലാകാത്ത ആ വെള്ളം കൊണ്ട് 3ാമത്തെ വട്ടം കഴുകിയാൽ അസ്ലു സുന്നത്ത് കിട്ടും. നന്ദി മുഴുവൻ സുന്നത്ത് കിട്ടാതിരിക്കാൻ കാരണം ഒരു പ്രാവശ്യം കഴുകിയ വെള്ളം അത് ഫർദിൽ ഉപയോഗിച്ചതാണെങ്കിലും സുന്നത്തിൽ ഉപയോഗിച്ചതാണെങ്കിലും അത് ഒഴിവാക്കി പുതിയ വെള്ളം എടുക്കൽ സുന്നത്താണ്. ആ സുന്നത്ത് ഒഴിവാക്കിയത് കൊണ്ടാണ് അവിടെ കാമിലായ സുന്നത്ത് കിട്ടാതെ അസ്ലു സുന്നത്തേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇനി വേറെ വിഷയം പറയുന്നത്, വലാജിയവും മതിയാവൂല തസ്ലീസുൽവിൻ, ഒരു അവയവത്തെ 3 പ്രാവശ്യമാക്കല് കദ്ബില ഇത്മാമി വാജിബി വസ്ലിഹി, അത് ആ അവയവത്തിന്റെ കഴുകലിൽ നിന്നിട്ടുള്ള വുജൂബായ കഴുകലിനെ പൂർത്തിയാക്കുന്നതിന് മുമ്പ്. ഉദാഹരണം പറഞ്ഞാല് ഒരാള് കയ്യേണ്ട മുട്ടുൾപ്പെടെയാണല്ലോ. ഒരാള് കൈത്തണ്ട പകുതി വരെ ഒരു വട്ടം കഴുകി, പിന്നെ 2ാമത്തെ വട്ടം കഴുകി, പിന്നെ 3ാമത്തെ വട്ടം കഴുകി. അതിന്റെ ശേഷം ബാക്കി പൗതി കൈത്തണ്ടന്റെ മുട്ടുൾപ്പെടെയുള്ള ഭാഗം പിന്നെ കഴുകി. എന്നാ ആദ്യത്തെ തസ്ലീസ് എന്ന് പറയാൻ പറ്റൂല. കൈയാവുമ്പം മുട്ടുൾപ്പെടെ കഴുകണം ആദ്യം 1 പ്രാവശ്യം ഫുള്ളായിട്ട്. അതിന്റെ ശേഷം 2ാമത് കഴുകിയതേ 2ാം വട്ടായിട്ട് കൂട്ടുള്ളൂ. അതിന്റെ ശേഷം 3ാമത് കഴുകിയതേ 3ാം വട്ടായിട്ട് കൂട്ടുള്ളൂ. ഇപ്പോ കൈയിന്റെ പൗതി വരെ കഴുകി, അത് 1, 2, 3 വട്ടാണ് കഴുകി. എന്നിട്ട് പിന്നെ ബാക്കി പൗതി കഴുകിയാല് തസ്ലീസ് കിട്ടൂല. അപ്പൊ ഓരോ അവയവവും ഫർളായ കഴുകൽ ആദ്യം പൂർത്തിയാക്കണം, അതിനുശേഷമേ സുന്നത്ത് പരിഗണിക്കപ്പെടുള്ളൂ. അതുപോലെ തന്നെ വലാ ബഅദ തമാമിൽ വുദൂഇ, വുദൂ പൂർത്തിയായതിന്റെ ശേഷം തസ്ലീസ് പരിഗണിക്കപ്പെടൂല എന്ന് പറഞ്ഞാൽ എങ്ങനെ?
ഒരു വട്ടം മുങ്കയ്യേകി, ഒരു വട്ടം വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, ഒരു പ്രാവശ്യം മുഖം കഴുകി, ഒരു പ്രാവശ്യം കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകി, ഒരു പ്രാവശ്യം തല തടകി, ഒരു പ്രാവശ്യം 2 കാൽ നരിയാണ് ഉൾപ്പെടെ കഴുകി. രണ്ടാമത് പിന്നിൽ തുടങ്ങിയ അയാള് ഒരു പ്രാവശ്യം മുങ്കയ്യേകി, ഒരു പ്രാവശ്യം വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, പിന്നെ ഒരു പ്രാവശ്യം മുഖം കഴുകി, പിന്നെ പ്രാവശ്യം കൈ 2 മുട്ടുൾപ്പെടെ കഴുകി, പിന്നെ തല അല്പം ഒരു പ്രാവശ്യം തടകി, പിന്നെ കാല് 2 നെരിയാണി ഉൾപ്പെടെ ഓരോ പ്രാവശ്യം കഴുകി. ഇപ്പൊ 2 വട്ടം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ അതുപോലെ ഒന്നുകൂടി ചെയ്ത്. അങ്ങനെ പറ്റൂല. ഒരു അവയവം 3 വട്ടം കഴുകിയിട്ടേ അടുത്ത അവയവത്തേക്ക് പോകാവൂ. അത് 3 വട്ടം കഴുകിയിട്ടേ അടുത്തേക്ക് പോകാൻ പോകണം. അങ്ങനെ പോകണം. അല്ലാതെ ഇങ്ങനെ ഒരു വട്ടം ഫുള്ള് ചെയ്ത് എന്നിട്ട് പിന്നെ 2ാമത്തെ ഒരു വട്ടം ഫുള്ള് ചെയ്ത് പിന്നെ 3ാമത്തെ ഒരു വട്ടം ഫുള്ള് ചെയ്താൽ അതുകൊണ്ട് തസ്രീസ് കിട്ടൂല. വയുക്റഹുൻ നഖ്സു, ഇനി കുറക്കൽ കറാഹത്താണ്. അനിസ്സലാസി, 3 വട്ടത്തെ തൊട്ട് കുറക്കൽ സുന്നത്താണ്, അല്ല കറാഹത്താവും. അപ്പൊ ഒരു വട്ടം കഴിയാലും മതിയല്ലോ, ഫർള് വിടും. കാരണം കൂടാതെ ഒരു വട്ടത്തിന്റെ മേൽ ചുരുക്കൽ കറാഹത്താണ്. അതുപോലെ തന്നെ 2 വട്ടം എടുത്തു അസ്റ് സുന്നത്തിട്ടു, എങ്കിലും കാരണം കൂടാതെ 3 വട്ടത്തെ തൊട്ട് ചുരുക്കൽ കറാഹത്താണ്. അപ്പോ ഒരു വട്ടം മാത്രം എല്ലാം കഴുകലും തടകലുമാക്കലും 2 പ്രാവശ്യം മാത്രം ആക്കലും കറാഹത്താണ്. പ്രത്യേക കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് വേറെ വേറെ പറയും. ചിലപ്പോൾ ഫർദ് മാത്രം അടുക്കൽ വുജൂബാവുന്ന സമയങ്ങളൊക്കെ ഉണ്ട്, അതല്ല പറയുന്നത്. അങ്ങനത്തെ ഉസ്റൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കാരണം കൂടാതെ 3 വട്ടത്തെക്കാൾ ചുരുക്കൽ കറാഹത്താണ്. ഏതുപോലെ കറാഹത്താണ്? കസിയാദത്തി അലൈഹ, 3 പ്രാവശ്യത്തെക്കാൾ അധികരിപ്പിക്കലും കറാഹത്തായതുപോലെ. കഴുകലായാലും തടവലായാലും 3 പ്രാവശ്യത്തെക്കാൾ അധികരിപ്പിക്കൽ, വുദൂ എന്ന കരുത്തോടുകൂടി അധികരിപ്പിക്കൽ കറാഹത്താണ്. എന്നതുപോലെ തന്നെ പ്രത്യേക ഉസ്റില്ലാത്ത സാഹചര്യത്തിൽ 3 വട്ടത്തെക്കാൾ കുറക്കലും കറാഹത്താണ്. ഏറ്റലും കറാഹത്താണ്, കുറക്കലും കറാഹത്താണ്. അപ്പൊ പിന്നെ ഒരു ഇഷ്കാലം ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ചുരുക്കം സന്ദർഭങ്ങളിൽ ഓരോ പ്രാവശ്യം കഴുകിക്കൊണ്ട് വുദൂ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. മറ്റു ചില സന്ദർഭങ്ങളിൽ 2 പ്രാവശ്യം എടുത്തും കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അതുണ്ട്. അത് അങ്ങനെയും വേണ്ടി വന്നാൽ ചെയ്യൽ ജായിസാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ജവാസിനെ ബയാൻ ചെയ്യാൻ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യൽ ജായിസാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരുക്കം ചില സമയങ്ങളിൽ 1 പ്രാവശ്യം മാത്രം ചെയ്ത് കാണിച്ചത്, മറ്റു ചിലപ്പോൾ 2 പ്രാവശ്യം മാത്രം ചെയ്ത് കാണിച്ചത്. പതിവായി അവിടുന്ന് ചെയ്തിരുന്നത് 3 പ്രാവശ്യം ചെയ്യലാണ്. അതാണ് സുന്നത്ത്. മറ്റേത് ജായിസാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചു കൊടുത്തതാണ്. അപ്പൊ പ്രത്യേക കാരണം കൂടാതെ 1 2 വട്ടത്തിന്മേൽ ചുരുക്കൽ കറാഹത്താണ്. അതുപോലെ തന്നെ കാരണം കൂടാതെ 3 അധികരിപ്പിക്കലും കറാഹത്താണ്. ചില ഒസ്വാസുകാരൊക്കെ 333 വട്ടമൊക്കെ കേൾക്കും മുഖം, എന്നാലും പൂതിയാണ് തീരൂല. അതൊക്കെ ശൈത്താൻ മനുഷ്യനെ വഴിവഴപ്പിക്കുന്നതാണ്. അതൊന്നും ദീനല്ല, വറ അല്ല, എഹ്തിയാത്തല്ല, ഒന്നുമല്ല. മറിച്ച് മാനസിക രോഗമാണ്. അടിയന്തരായിട്ട് വഫാസാറിനെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടൊന്ന് പരിശോധിപ്പിക്കുക. മൂപ്പർക്ക് ഒഴികയില്ലെങ്കിൽ പിന്നെ നമ്മളെ ഡോക്ടർ അബ്ദുള്ള കുട്ടിനെ കാണിച്ചാലും തരക്കടില്ല. അങ്ങനത്തെ ആരെങ്കിലും കാണിച്ച് അടിയന്തരായി ചികിത്സിക്കുക. ആള് മാനസിക രോഗിയാണെന്നല്ലാതെ അത് വറയും എഹ്തിയാത്തും അല്ല. എന്നാൽ ഇനി പറയും സംശയമായിട്ടാണെങ്കിലോ ഉറപ്പുള്ള എടുത്തിട്ട് ഉറപ്പ് വരുത്തണം. അത് വിഷയം. ഐബിനിയത്തിൽ ഉദൂഇ 3 അധികരിപ്പിക്കൽ കറാഹത്താണ്. അത് വരുന്നുണ്ട്. മൗഖൂഫിന്റെ ഒക്കെ വർത്താനം വരുന്നുണ്ട്, അത് എത്തിയിട്ടുള്ളൂ. ഈ വുദൂഇന്റെ കരുത്ത്, വുദൂ ചെയ്യുക എന്നുള്ള നിലക്ക് 3 അധികരിപ്പിക്കൽ കറാഹത്താണ്. അതേ സമയത്ത് നല്ല ചൂടാണ്. ചൂട്ടിന്റെ സമയത്ത് ഒന്ന് തണുക്കട്ടെ എന്ന നിലക്കാണെങ്കിലോ അപ്പൊ 30 വട്ടാക്കിയാലും ഈ പറയുന്ന കറാഹത്ത് അതിന് ബാധകമല്ല. കാരണം വുദൂ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയല്ലല്ലോ. എന്ന് കമാബാസഹൂജം എന്ന് പറഞ്ഞാൽ 3 അധികരിപ്പിക്കൽ നിരുപാധികം കറാഹത്താണെന്ന് പറയണ്ട. വുദൂ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി 3 അധികരിക്കൽ കറാഹത്ത്, ആ ഉദ്ദേശമില്ല. മറിച്ച് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് പോലെയുള്ള ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണെങ്കിൽ ഈ കറാഹത്ത് ബാധകല്ല എന്ന് ബഹസായി ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിശ്വാസം തന്നെ തോലൊഴിച്ചിട്ട് കാമ്പെടുക്കുക.
മനസ്സിലായില്ലേ? വെള്ളം തോലൊഴിച്ചിട്ട് കാമ്പെടുക്കുക, അതുപോലെ തന്നെ നിയ്യത്തുണ്ടല്ലോ, അതൊക്കെ ഇവിടെ നന്നായി പറഞ്ഞു. അന്നൽ ബാബൽ അഅ്ളമല്ലദി ദഖല മിൻ ഇബ്ലീസു അലൻ നാസി ഹുവൽ ജഹ്ലു. കണ്ടോ, വിവരക്കേട് എന്ന് പറയുന്ന വാതിലിൽ കൂടിയാണ് പിശാച് കടന്നു വന്നത്. ഏറ്റവും സൗകര്യപ്രദമായ വാതിൽ ഓനതാ. അങ്ങനെ വിവരമില്ലാത്ത ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒസ്വാസിന്റെ വാതിലിൽ കൂടി പിശാച് മനുഷ്യന് ഔന്ന് വന്നിട്ട് അയാൾ തോലൊഴിക്കലുണ്ട്. വെള്ളം തോലൊഴിച്ചിട്ട് അടീന്ന് ആ കാമ്പുകൾ എടുക്കും. കാമ്പ് എടുത്തിട്ട് ഉദു എന്ന് പറയുമ്പോൾ ആ ഒഴിച്ചു പോയി കഴിഞ്ഞ്, എന്നിട്ട് രണ്ടാമത് പിന്നെയും വേണത് തോലൊഴിക്കുക. വെള്ളം തോലൊഴിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ആ കാമ്പ് എടുത്തിട്ട് ഉദു എന്ന് പറയുമ്പോത്തിന് ആ വെള്ളം പിന്നെ ഒലിച്ചു പോയി. അങ്ങനെ പള്ളിക്കൽ ഇഖാമത്തും എടുത്ത് ഒരു റക്അത്ത് കഴിയുമ്പോൾ മൂപ്പര ഉദു കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതൊക്കെ വടിയെടുത്തിട്ട് അടിക്കുക, അല്ലെങ്കിൽ മെല്ലെ ബേക്കറി വന്നിട്ട് ഔന്ന് കുന്തി തള്ളിയിടുക വാങ്ങണ്ടേ. ശരിയില്ലേ? നീന്തറിയാത്തവരാണെങ്കിൽ വേഗം കൈയൊടിച്ച് കയറ്റണം കേട്ടോ. അല്ല ഞാൻ ജീവൻ പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. എന്നാലും ഉന്തി തള്ളില്ല, നല്ല ഒറ്റ ഉന്തരനാട് വെള്ളത്തിക്കാട് വേണം. എന്നാ പിന്നെ ആ ഉദു അടി പോയിട്ട് കാമ്പെടുത്ത് കണ്ട് നിജത്ത് വെച്ചോന്ന് പറഞ്ഞാൽ മതി. അങ്ങോട്ട് മുങ്ങിയാട് നിജത്ത് വെച്ചാൽ ജീവൻ പോണതിന് മുമ്പ് കുറിച്ച് കയറ്റി അയാൾക്ക് ഉദു കിട്ടും, നിസ്കാരത്തിന്റെ ജമാഅത്തും കിട്ടും. മറ്റൊരു ജമാഅത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ മൂപ്പര ഉദു കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഇബ്ലീസിന്റെ ഫിത്തിനെ കൊടുങ്ങാം. ഇപ്പൊ കറാഹത്ത് എന്ന് പറഞ്ഞതേ വല്ല തോട്ടിലെ പുഴയിലെ കടലിലെ ഒക്കെ വെള്ളമാണെങ്കിലോ, അതല്ലെങ്കിൽ അയാളുടെ സ്വന്തം ഉടമയിലുള്ള കിണറ്റിലോ കൊളുത്തുന്നോ ആണെങ്കിലാണ് ഈ കറാത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആർക്കും വിൽക്കില്ലാത്ത ആമായ തോട്, അതുപോലെ തന്നെ പുഴ, കടല് പോലത്തതാണെങ്കിൽ അതിന്നപ്പ ഈ മൂന്നിലധികം കറാത്ത്. അല്ലെങ്കിൽ അയാളെ സ്വന്തം സ്ഥലത്ത് കിണറ്റിലോ കൊളുത്തുന്നോ ഒക്കെ ആണെങ്കിൽ അയാൾ മിൽക്കിലുള്ള സ്ഥലത്താണെങ്കിലും കറാത്ത്. എന്നാൽ തഹറുമോ, മൂന്നിനേക്കാൾ അധികരിപ്പിക്കൽ ഹറാമാകും. ശുദ്ധീകരണത്തിന്റെ മേൽ വഖഫ് ചെയ്യപ്പെട്ട, അതുപോലെ തന്നെ മുസബ്ബലത്ത്, വഖഫ് ചെയ്യപ്പെട്ടതോ മുസബ്ബലത്തോ ആണ്. ശുദ്ധീകരണത്തിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട, അതല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് വേണ്ടി മുസബ്ബലാക്കപ്പെട്ട വെള്ളത്തിൽ നിന്ന് 3 വട്ടത്തേക്കാൾ വുദൂഇന്റെ ഉദ്ദേശത്തോടുകൂടി അധികരിപ്പിക്കുമ്പോൾ അത് ഹറാമ് തന്നെയാണ്. മനസ്സിലായില്ലേ? ഹറാം തന്നെയാണ്. അപ്പൊ കറാഹത്ത് എന്ന് പറഞ്ഞാൽ എവിടുന്ന? ഇങ്ങനെ മുസബ്ബലത്തും അല്ല, മൗഖൂഫും അല്ല, ആരാന്റെ ഉടമയപ്പെട്ടതും അല്ല. ഒന്നില്ലെങ്കിൽ ഇയാളുടെ സ്വന്തം ഉടമയപ്പെട്ടത്, അതല്ലെങ്കിൽ ഉടമയില്ലാത്ത തോട്, പുഴ, കടല് പോലത്തെ ആവുമ്പോഴാണ് ഈ കറാഹത്ത് അറിയണേ, അല്ലെങ്കിൽ ഹറാം തന്നെ. അപ്പൊ എന്നാ പിന്നൊരു പ്രശ്നമുണ്ട്. ഫറോൻ ഷാക്കു, സംശയം നേരിട്ട വ്യക്തി, മറ്റേ രോഗമല്ല കേട്ടോ, സംശയ രോഗമല്ല, തൽക്കാലം ഒരു സന്ദർഭത്തിൽ സംശയം സംഭവിച്ചു പോയി, അങ്ങനെയുള്ള ആൾ എടുക്കണം. എപ്പം സംശയിച്ചു? അസ്ന അൽ വുദൂഇ, വുദൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സംശയം നേരിട്ട വ്യക്തി പിടിക്കണം. എന്തിന് സംശയിച്ചു? ഫിസ്തിആബിൻ, ഒരു അവയവത്തെ മുഴുവനാക്കിയോ, എല്ലായിടത്തും വെള്ളം എത്തിയോ എന്ന വിഷയത്തിലോ, ഔ അദദിൻ, അല്ലെങ്കിൽ എണ്ണത്തിന്റെ വിഷയത്തിലോ സംശയിച്ചു. വുദൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈ ഇങ്ങനെ കഴുകുമ്പോൾ, ഞാൻ ഇപ്പൊ കൈ ഇപ്പൊ എത്ര വട്ടേ കഴുകേ? 1 വട്ടോ അല്ല 2 വട്ടായോ, അതല്ല 3ാമത്തെ വട്ടാണോ എന്നൊരു സംശയം, അല്ലെങ്കിൽ കൈയിന്റെ മുട്ട് നനഞ്ഞോ ഇല്ലേ എന്നൊരു സംശയം. ഇങ്ങനെ അവയവം മുഴുവനായി എത്തിയോ എന്നോ, അല്ലെങ്കിൽ എണ്ണം 3 തികഞ്ഞോ എന്ന് സംശയം വന്നവൻ പിടിക്കണം. എവിടെ? വുജൂബായിട്ടും പിടിക്കണം. ഫിൽ വാജിബി, വുജൂബിന്റെ എന്ന് പറഞ്ഞാൽ 1 പ്രാവശ്യം കഴിയുന്നതിലാണ്. മുഖം 1 പ്രാവശ്യം കഴിയോ എന്നാ സംശയം, അല്ലെങ്കിൽ കൈ 1 പ്രാവശ്യം കഴിയോ എന്നാണ് സംശയം. അങ്ങനെ വുജൂബിലാണ് സംശയം, അല്ലെങ്കിൽ വുജൂബിൽ എല്ലാ സ്ഥലത്തും എത്തിയോ എന്നാണ് സംശയം. അവിടെ വുജൂബായിട്ട് തന്നെ എടുക്കണം. എന്തെന്ന് പറയുന്നേ ഉള്ളൂ. വനദ്ബൻ ബിൽ യഖീനിന ഇസ്തിആബിൻ ഔ അദദിൻ, എണ്ണത്തിന്റെ വിഷയത്തിലോ അവയവങ്ങളിൽ മുഴുവനും എത്തിയോ എന്ന വിഷയത്തിലോ സംശയിച്ചാൽ ഈ സംശയിച്ച ആൾ എടുക്കണം. എന്തുകൊണ്ട് എടുക്കണം? ബിൽ യഖീനി, ഉറപ്പുള്ളത് കൊണ്ട്. ഉറപ്പുള്ളതുകൊണ്ട് എടുക്കണം എന്ന് പറഞ്ഞാലോ, ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലാ ഉറപ്പ്? മുഴുവൻ എത്തിയണോ ഇല്ലേ എന്ന് ചോദിച്ചാൽ മുഴുവൻ എത്തിയെന്ന് ഉറപ്പില്ലല്ലോ.
അപ്പൊ മുഴുവൻ എത്തിയിട്ടില്ല എന്ന് വെച്ചിട്ട് മുഴുവനാക്കുക. അല്ലെങ്കിൽ രണ്ടാമത്തെ തട്ടാണോ മൂന്നാമത്തെ തട്ടാണോ എന്ന് സംശയിച്ചാൽ രണ്ടായി എന്ന് ഉറപ്പാണല്ലോ, മൂന്നാമത്തെ ആയിനോ ഇല്ലേ എന്നല്ലേ സംശയം. അപ്പൊ രണ്ടാണെന്ന് എടുത്തിട്ട് ഒരു വട്ടൂടി കഴിയുക. ഇങ്ങനെ എണ്ണത്തിന്റെ വിഷയത്തിലോ എല്ലായിടത്തും എത്തിയോ എന്നുള്ള വിഷയത്തിൽ സംശയം വന്നാൽ ഉറപ്പുള്ളത് കൊണ്ട് എടുക്കണം. അങ്ങനെ ഉറപ്പുള്ളത് കൊണ്ട് എടുക്കൽ വുജൂബാണ് ഫിൽ വാജിബി. വുജൂബിന്റെ വിഷയത്തിലാണ് സംശയിച്ചെങ്കിൽ ആ ഉറപ്പ് കൊണ്ടെടുക്കൽ വുജൂബ് തന്നെയാവും. വനദ്ബൻ ഫിൽ മന്ദൂബി, സുന്നത്താക്കപ്പെട്ടതിലാണ് സംശയമെങ്കിൽ സുന്നത്തായിട്ട് ഉറപ്പുള്ളതുകൊണ്ട് എടുക്കണം. നേരെ രണ്ടാമത്തെ തട്ടാണോ മൂന്നാമത്തെ തട്ടാണോ എന്നാൽ രണ്ടും മൂന്നും സുന്നത്താണല്ലോ. അപ്പൊ രണ്ടാമത്തതാണെന്ന് ഉറപ്പുള്ളത് എടുക്കുകയും ഒന്നുകൂടി കഴുകി മൂന്നാണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യും സുന്നത്ത്. അതേ സമയത്ത് മുഖം, കൈകാലുകൾ എന്നിവ മുഴുവനായിട്ട് മുട്ടുൾപ്പെടെയും നെരിയാണി ഉൾപ്പെടെയും മുഖം മുഴുവനും ഒരു പ്രാവശ്യം കഴുകി പൂർത്തിയായോ അതല്ല കുറച്ച് ഭാഗം ബാക്കിയുണ്ടോ എന്ന് സംശയിച്ചാൽ അത് മുഴുവനാക്കൽ വുജൂബാണ്. അവിടെ ഉറപ്പുകൊണ്ട് എടുക്കുകയും ബാക്കി പൂർത്തിയാക്കുകയും ചെയ്യൽ വുജൂബാണ്. അപ്പൊ വുജൂബിന്റെ അവിടെ സംശയിച്ചാൽ ഉറപ്പുള്ളത് കൊണ്ട് വുജൂബായിട്ട് എടുക്കണം, ബാക്കി പൂർത്തിയാക്കണം. സുന്നത്തിന്റെ വിഷയത്തിൽ സംശയിച്ചാൽ ഉറപ്പുള്ളത് കൊണ്ട് എടുത്തിട്ട് ബാക്കിയുള്ളത് പൂർത്തിയാക്കണം. അവിടെ പക്ഷേ വലൗഫിൽ മായിൽ മൗഖൂഫി, വഖഫ് ചെയ്യപ്പെട്ട വെള്ളത്തിലാണെങ്കിലും ശരി. അപ്പൊ പിന്നെ ഒരു ഇഷ്കാല്, വഖഫ് ചെയ്യപ്പെട്ട വെള്ളത്തിൽ നിന്ന് 3 വട്ടത്തിനേക്കാൾ അധികം ഉപയോഗിക്കൽ ഹറാമാണല്ലോ അപ്പൊ പറഞ്ഞത്. ഇപ്പം രണ്ടാമത്തതോ മൂന്നാമത്തതോ എന്ന് സംശയിച്ചാൽ ഒരു പക്ഷേ എന്തും ആവാം. മൂന്നാമത്തത് തന്നെ ആകാലോ. മൂന്നാമത്തതായ ഒരിക്കലും കൊള്ളുമ്പോ 4ആയില്ലേ, 4ആക്കൽ ഹറാമല്ലേ. അപ്പൊ ഒരു ഹറാമിൽ ചാടാൻ സാധ്യതയുള്ളത് ഒഴിവാക്കലല്ലേ സുന്നത്ത്. 3ആണെന്ന് ഉറപ്പ് വരുന്നപ്പോ സുന്നത്തല്ലേ ഉള്ളൂ. അപ്പൊ ഈ സുന്നത്ത് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു ഹറാമിൽ ചാടുന്നതിന് ഒഴിവാക്കലല്ലേ, തന്നെയല്ല അത് ബിദ്അത്തുമല്ലേ എന്ന് ഇഷ്കാരില്ല. കാരണം ഉറപ്പുള്ളോടത്ത് 3ആയി എന്ന് ഉറപ്പുള്ളോടത്താണ് 4ആമത്തെ വട്ടം എടുക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ബിദ്അത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ 3ന്റെ പുറത്ത് 4ആമത്തെ ഒന്ന് ചെയ്യുക എന്നുള്ള നിലക്ക് വരുമ്പോഴേ ബിദ്അത്ത് വരുള്ളൂ. അപ്പൊ സംശയത്തോടു കൂടിയാണെങ്കിൽ സംശയം തീർത്ത് ഉറപ്പ് വരുത്തുക. പക്ഷേ ഈ സംശയം എന്ന് പറയുന്ന ഒസ്വാസുകാരന്റെ സംശയമല്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഒസ്വാസുകാരൻ അങ്ങനെയാണ്. പക്ഷേ പണ്ട് ഇബ്നു ഖയ്യിം റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു മസല വെച്ചാൽ വിവരം പറയുന്നുണ്ട്. ഒരു ചങ്ങായി എന്നിട്ട് നമ്മളെ ഒസ്വാസുകാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചങ്ങാതി വന്നിട്ട് മഹാനായ ഇബ്നു ഖയ്യിം റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് പറയാം, തങ്ങളെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞു. എന്തോടോ ബുദ്ധിമുട്ട് വെച്ചു, ഞാനേ ഉളു എടുക്കും, ഉളു എടുത്തു കഴിഞ്ഞ് കുറച്ചേരം കഴിയുമ്പോൾ എനിക്ക് തോന്നും ഉളു എടുത്തിട്ടില്ല. പിന്നെ ഉളു എടുക്കും, കുറച്ചേരം കഴിയുമ്പോൾ എനിക്ക് തോന്നും ഉളു എടുത്തിട്ടില്ല. അതുപോലെ ഞാൻ നിസ്കരിക്കാൻ വന്നത് തക്ബീർ കെട്ടും, പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ തക്ബീർ കെട്ടിയ ശരിയായിട്ടില്ല. പിന്നെയും കെട്ടും, കുറച്ചേരം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു തക്ബീർ കെട്ടിയ ശരിയായിട്ടില്ല. ഇങ്ങനെ ഇപ്പൊ ഞാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു. ഓ ഇജ്ജ് ഒരു ബുദ്ധിമുട്ട് വേണ്ട, എനിക്ക് നിസ്കാരം പറഞ്ഞില്ല, ഇജ്ജ് ഇന്ന് മുതൽ നിസ്കരിക്കണ്ടാറ്. പടച്ചോനെ, ഈ ഫത്വ അങ്ങോട്ട് പുറത്തു വന്നതോടുകൂടി എല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ മൂല്യാമാരെ കൂട്ടത്തിൽ അസൂയക്കാര്. ഇപ്പൊ എ പി ഉസ്താദിനും ആ കക്ഷിക്കും ഈ അസൂയന്റെ കൊണക്കറാണല്ലോ മറ്റേ കമ്പനിക്ക്. ഇതിങ്ങനെ വെച്ചോടം പുരോഗതിപ്പെടുകയാണ്, മേപ്പെട്ട് പോവുകയാണ്, വലുതാവുകയാണ്. മറ്റോലിങ്ങനെ ഉപ്പ് വെച്ച കലം പോലെ സ്വന്തം കീപ്പട്ട് പോയിട്ട് സമ്മേളനം കഴിഞ്ഞ് പോകുമ്പോ നിങ്ങള് ഒറ്റക്ക് പോകല്ലേ. സമരം ഒക്കെയുള്ള സമയത്ത് ചിലപ്പോൾ കോൺവോയി ആയിട്ട് വണ്ടി ഇടല്, കോൺവോയി ആയിട്ട് ഒപ്പാട് പരിപരിയായിട്ട് വിടല. അങ്ങനെ പോണം എന്നും ആരും ഒരു കാരണവശാലും മൈക്ക് പ്രവർത്തിപ്പിക്കരുത്, മുണ്ടാതെ കുരുപ്പയ്യത്തുണ്ടാവും പോലെ കൊണ്ടുപോകണം. അങ്ങനെയാണല്ലോ പണ്ട് അനുരാജിക്കാരെ പറഞ്ഞില്ല, ഞങ്ങളെ നാട്ടിലൊക്കെ കുരുപ്പയ്യത്തുണ്ടാവുമ്പോ മുണ്ടാതെ എത്ര പോലെ ആളുകൾ പേടിച്ച ഓൽക്കും കുരുപ്പ് പകരുമെന്ന് എഴുതിയിട്ട് അന്നവര് കുരുപ്പയ്യത്തുണ്ടാവും പോലെ എല്ലാരും പൊയ്ക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് ഈ കോലത്തിൽ മുഖം കെടുകയാണ് ഒരു ഭാഗത്ത്. മറ്റേ ആളാണെങ്കിൽ ഇങ്ങനെ വലുതായി വരികയാണ്. അപ്പോ അസൂയക്കാരുന്നിട്ട് കണ്ടത് മുഴുവനും കുറ്റം എന്നതുപോലെ എല്ലാ കാലത്തും ഉണ്ട് കുറച്ച് അസൂയക്കാര്. അങ്ങനെ ഇബ്നു ഖയ്യിം റളിയല്ലാഹു തആല ഇത് പറഞ്ഞപ്പോ ആൾക്കാരൊക്കെ പാടെ ഇങ്ങനത്തെ അസൂയ ആൾക്കാരൊക്കെ പാടെ ബടിയായിട്ട് ചെന്ന്, നിങ്ങളിങ്ങനെ 10 കൊടുത്തു, ഞാൻ അങ്ങനെ 10 കൊടുത്തു, അങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യനോട് നിങ്ങൾക്ക് നിസ്കാരം വുജൂബില്ല, നിങ്ങൾ നിസ്കരിക്കണ്ട, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് 10 കൊടുത്തു ചോദിച്ചു. മൂപ്പര് പറഞ്ഞു മുണ്ടാതെ പോയടാ അവിടുന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? റുഫിയൽ ഖലമു അനിൽ മജ്നൂനി ഹത്താ യഫീഖാൻ
ഒരു മനുഷ്യന് ഭ്രാന്തായാൽ അയാളുടെ ബുദ്ധിയുടെ സമനില തിരിച്ചു വരുന്നത് വരെ അയാൾക്ക് ശറഅന്റെ ഹുക്കുമുകളൊന്നും ബാധകല്ലാന്ന്. എടാ വുദു എടുത്തിട്ട് പിന്നെ വുദു എടുത്തിട്ടില്ല എന്ന് തോന്നുക, തെക്ബീർ കെട്ടിയിട്ടില്ല എന്ന് തോന്നുക, അത് തന്നെയല്ലേ പിരാന്ത് അറിയണം. മുറിയും പൊളിയൊന്നും അല്ലല്ലോ പിരാന്ത് പറഞ്ഞാൽ മുറിയും പൊളിയല്ലല്ലോ, ഇതൊരു പിരാന്താണ് കാരണം. അത് തന്നെ ഇപ്പൊ നമുക്കും പറയാനുള്ളത്. ഈ ഒസ്വാസ് എന്ന് പറയുന്നത് പിരാന്താണ്. അടിയന്തരായിട്ട് ഒരു മനഃശാസ്ത്ര വിദഗ്ധനായ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ചികിത്സിക്കുക. കൂടുതലാണെങ്കിൽ കുതിരട്ടത്ത് കയക്കും വേണ്ടി വരും. ഔലിയാണ് സൂപ്പിയാണ് എന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. ഓന് നല്ല 1 നമ്പർ പിരാന്താണ്. അടുത്ത ഡോക്ടറെ കാണിച്ച് ചികിത്സിപ്പിക്കുക. വഫാ സാറിന്റെ അടുത്തുണ്ട് അതിനുള്ള ചികിത്സ. പക്ഷെ അതിന് നേരത്തെ ബുക്ക് ചെയ്യേണ്ടി വരും, ഭയങ്കര തിരക്കിക്കാരം. അപ്പോ ആ പറഞ്ഞ ശക്കല്ലാന്ന്. സാധാരണഗതിയിൽ വുദു കൊടുക്കുമ്പോൾ ഇടയ്ക്കെപ്പോഴും കൊക്ക് സംഭവിച്ചേക്കാവുന്ന സംശയം ഉണ്ടല്ലോ, ആ സംശയത്തിൽ ഉറപ്പ് കൊണ്ട് പിടിക്കുകയും എന്നിട്ട് വുജൂബായതാണെങ്കിൽ വുജൂബിൽ ഉറപ്പ് വരുത്തുകയും അല്ലാത്തതാണെങ്കിൽ എന്താക്കുക, സുന്നത്താണെങ്കിൽ സുന്നത്തിൽ ഉറപ്പ് വരുത്തുകയും ചെയ്യണം. അത് മൗഖൂഫായ വെള്ളത്തിലാണെങ്കിലും വിധി അങ്ങനെ തന്നെ എന്ന് പറയാൻ കാരണം മൗഖൂഫായ വെള്ളത്തിൽ 3 അധികം ഹറാമല്ലേ. ഇപ്പൊ ഇത് ഒരു പക്ഷേ സംശയത്തിന്റെ അവിടെ 3 ആയിരുന്നെങ്കിൽ 4-മത്തത് ഹറാമിന് സാധ്യതല്ലേ എന്ന് സംശയം വേണ്ട. അപ്പറഞ്ഞ ഹറാമ് 3 കഴിഞ്ഞു എന്ന് ഉറപ്പായിട്ട് 4-മത്തതാണ് എന്ന നിലക്ക് ചെയ്യുമ്പോഴാണ് ആ ഹറാമ്. അല്ലാതെ സംശയമുള്ളവർക്ക് സംശയം തീർക്കാൻ വേണ്ടിയിട്ട് 3 വട്ടം ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കൽ മൗഖൂഫിൽ നിന്നിട്ടും ജായിസാണ്. അതാണ് വലൗഫിൽ മൗഖൂഫി എന്ന് പ്രത്യേകം പറയാൻ കാരണം. ഇതൊക്കെ വുദു ചെയ്യുന്നതിന്റെ ഇടയിലുള്ള സംശയമാണ് കേട്ടോ. അമ്മശക്കു ബഅദൽ ഫറാഗി, വുദു എടുത്ത് വിരമിച്ചതിന്റെ ശേഷമുള്ള സംശയമാണെങ്കിലോ ഫലാ യുഅസ്സിറു, ആ സംശയം പ്രതിഫലനം ചെയ്യുകയില്ല. അത് സാരാക്കണ്ടില്ല, അത് പോയിക്കോട്ടേക്ക്. അല്ല ഞാൻ തല തടുകിയണോന്നൊരു തോന്നല്, അങ്ങനെ തല തടുക്കി വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് കൊടുത്തു. അല്ല ഞാൻ എന്റെ വലത്തെ കാല് മുഴുവനായിട്ട് കഴുകിയണോ, അങ്ങനെ അത് കഴുകി വന്ന് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കും, അല്ല ഞാനിപ്പോ എന്റെ കൈ ശരിക്കും മുട്ടുൾപ്പെടെ കഴുകിയണോ, പിന്നെ അവന് നിൽക്കാൻ കഴിയൂല. അപ്പൊ വുദു എടുത്ത് കഴിഞ്ഞിട്ട് സംശയിക്കുകയാണെങ്കിൽ ഹല്ലി പോട്ടേത് ശരിയായി നിന്ന് വെക്കുക. അങ്ങനെ ഇനി തയാമുനുൻ, വലത്തെ ദിനമുന്തിക്കലും സുന്നത്താക്കപ്പെടും. ഐ തഖ്ദീമു യമീനിൻ, വലത്തെ ദിനമുന്തിക്കൽ സുന്നത്താക്കപ്പെടും. അലാ യസാരിൻ, ഇടത്തതിനേക്കാൾ. എവിടെ? എല്ലാത്തിലുമല്ല. ഫിൽ യദൈനി, 2 കൈമുട്ടോടുകൂടി കഴുകുന്നതിലും, വരിജിലൈനി, 2 കാലിനരിയാണി വരെ കഴുകുന്നതിലും വലത്തേതിന് ആദ്യം വലത്തേ കൈ കഴുകുക, പിന്നെ ഇടത്തേ കൈ കഴുകുക. ആദ്യം വലത്തേ കാല് കഴുകുക, പിന്നെ ഇടത്തേ കാല് കഴുകുക. ഇത് മാത്രമേ വലത്തേന് മുന്തിക്കേണ്ടുള്ളൂ. മുഖം കഴുകുമ്പോ ആദ്യം വലത്തേ കവിള് പിന്നെ ഇടത്തേ കവിള്, അങ്ങനെ വേണ്ട. മുങ്കൈ കഴുകുമ്പോ ആദ്യം വലത്തേ മുങ്കൈ പിന്നെ ഇടത്തേ മുങ്കൈ, അങ്ങനെ വേണ്ട. പാല് വെള്ളം കൊപ്പിളിക്കുമ്പോ പിന്നെ അടുത്ത് കഴിയൂല്ലല്ലോ. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോ ആദ്യം വലത്തേ മൂക്കും പിന്നെ ഇടത്തേ മൂക്കും, അങ്ങനെയൊന്നും വേണ്ട. അതൊക്കെ വിശ്വാസ, അതൊക്കെ ഒന്നിച്ചു മതി. കൈ കഴുകുമ്പോ ആദ്യം വലത്തേ കൈ പിന്നെ ഇടത്തേ കൈ, മുങ്കയ്യല്ല, കൈ ഉൾപ്പെടെ കഴുകുമ്പോ ആദ്യം വലത്തേ കൈ പിന്നെ ഇടത്തേ കൈ, ആദ്യം വലത്തേ കാല് പിന്നെ ഇടത്തേ കാല്, ഇങ്ങനെ മതി. ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്താൽ മതി. പക്ഷേ വലിനഹവി അഖ്താ, ഒരു കൈ മുറിച്ച ഒറ്റ കയ്യനെ പോലത്തവർക്ക് ഫീ ജമീഅ വുദൂഇന്റെ അവയവങ്ങളിലൊക്കെ വലത്തേതിനെ മുന്തിക്കൽ സുന്നത്ത് തന്നെ. ഒരു കൈ മുറിഞ്ഞോയവനാണ് ഇപ്പൊ ഈ അഖ്ത എന്ന് പറയുന്നത്. ഒറ്റ കയ്യേ ഉള്ളൂ. അയാൾ എന്താ ചെയ്യാ? അയാൾക്ക് എന്തായാലും 2 കൂടി ഒപ്പം ചെയ്യാൻ കഴിയൂലല്ലോ. അപ്പൊ എന്നാ ആദ്യം വലത്തേ കൈയോട്ടെ. മുഖം കഴുകുമ്പോൾ ആദ്യം മുഖത്തിന്റെ വലത്തേ കൈ ഭാഗം പിന്നെ മുഖത്തിന്റെ ഇടത്തേ ഭാഗം. അതുപോലെ തന്നെ ചെവി തടകുമ്പോ ആദ്യം വലത്തേ ചെവി പിന്നെ ഇടത്തേ ചെവി, അങ്ങനെ കൈകോട്ടെ. എല്ലാ അവയവത്തിലും വലത്തേനും മതി. കാരണം അയാൾക്ക് ആദ്യം ഒരു കയ്യേ ഉള്ളൂ. ഒരു കൈയാവുമ്പോ 2 കുറച്ചുകൂടി ഒപ്പം എത്തിക്കാൻ കഴിയില്ല. അപ്പൊ എന്നാ പിന്നെ വലത്തേ ഭാഗത്തുനിന്ന് ആദ്യം തുടങ്ങിക്കോട്ടെ. അല്ല 2 കൈയുള്ളവർക്കോ മുൻകൈ 2 കൂടി ഒപ്പം കഴിയാ മതി. അതുപോലെ തന്നെ മുഖം കഴിയുമ്പോ ഇടതും വലതും ഭാഗം ഒന്നിച്ച് ചെയ്യാൻ മതി. അങ്ങനെ അവിടെ വലത്തേ മുന്തിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ കയ്യന്മാര് പോലത്തവർക്ക്, അതായത് 2ഉം ഒരുപോലെ ചെയ്യാം. ഒറ്റ കയ്യൻ പോലെ എന്ന് പറഞ്ഞാൽ ഒരു കൈ 2 ഉണ്ട്, ഒരു കൈ ഇളക്കാൻ വയ്യ, ഒരു കൈ കുഴഞ്ഞാണ്. അങ്ങനെ ഉണ്ടല്ലോ വാദത്തിന്റെ സുഖമൊക്കെ വന്നിട്ട്. അതാണ് ഈ നഹ്വ് പറയുന്നത്. അപ്പൊ ഒരു കൈയെ പ്രവർത്തിക്കാൻ കഴിയൂ, മറ്റേ കൈ പ്രവർത്തനരഹിതമാണ്, അല്ലെങ്കിൽ മറ്റേ കൈ ഇല്ല. എന്നാൽ എല്ലാ അവയവത്തിലും വലത്തേത് മുന്തിക്കന്നെ. ഉദാഹരിക്കാം. അതിന്റെ ദലീല്
ഈ തയാമുൽ വലത്തെ മുന്തിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞതിന്റെ തെളിവ് ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന അവിടെ നിന്നായിരുന്നു യുഹിബ്ബു തയമ്മുന വലത്തേതിന് മുന്തിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു ഫീ തതഹുരിഹി അവിടുത്തെ ശുദ്ധീകരണത്തിലും വശനിഹി കുല്ലിഹി അവിടുത്തെ എല്ലാ നല്ല കാര്യങ്ങളിലും. അപ്പൊ ചീത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവിടുന്ന്, ആ അർത്ഥത്തിലല്ല. എന്ന് പറഞ്ഞാല് തെക്രീമിന്റെതും ഇഹാനത്തിന്റെതുമായ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ആദരവിന്റെ ഇനം, മറ്റൊന്ന് നിസ്സാരത്തിന്റെ പെട്ട വകുപ്പ്. ഉദാഹരണം, മൂത്രമൊഴിച്ചാൽ മലയിരിക്കുക, കാട്ടിച്ചാൽ വൃത്തിയാക്കുക, മൂക്ക് ചുറ്റുക തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ. അതൊന്നും തഅദീമിന്റെ ഭാഗത്ത് പെട്ടതല്ല, തെക്രീമിന്റെ ഭാഗത്ത് പെട്ടതല്ല, ഇഹാനത്തിന്റെ ഭാഗത്ത്. അത് ആ അർത്ഥത്തിന് അതാ ഷൈന് കുല്ല് എന്ന് പറഞ്ഞാൽ ഐ മിമ്മാ ഹുവ മിൻ ബാബി തക്രീമീൻ, ഒരു ആദരിക്കുന്ന ഇനത്തിൽപ്പെട്ട. ബാബു പറഞ്ഞാൽ അതിന്റെ ഒരു പാഠം നടത്തൊന്നും വെക്കണ്ട, ആ ഇനം നടത്തും. ഈ തക്രീം ആദരവിന്റെ ഇനത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലത്തേത് മുന്തിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ആ തെക്രീമിന്റെ ബാബിന്റെ ഏതാനും ചില ഉദാഹരണങ്ങൾ ഏതുപോലെ കക്തിഹാലിൻ, കണ്ണിൽ സുറുമയിടുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണല്ലോ രാത്രി കണ്ണിൽ സുറുമയിടൽ അവിടുത്തെ പതിവായിരുന്നു. അപ്പൊ ആദ്യം വലത്തേ കണ്ണിൽ സുറുമിടുക, പിന്നീടാണ് ഇടത്തെ കയ്യിൽ തുറമിടുക. വലബ്സിൻ നഹ്വി ഖമീസിൻ, കുപ്പായം പാന്റ് പോലത്തത് ധരിക്കുക. പാന്റ് ഇടുമ്പോ ആദ്യം വലത്തേ കാലിന് പാന്റ് ഇടുക, പിന്നെ ഇടത്തെ കാലിന്. കുപ്പായം ഇടുമ്പോ ആദ്യം വലത്തേ കൈയിടുക, പിന്നെ ഇടത്തെ കൈയിടുക. വലബ്സിൻ ചെരുപ്പ്, ഷെരുപ്പ് ഷൂ പോലത്തെ ആദ്യം വലത്തേ കാലിന് ധരിക്കുക, പിന്നെ ഇടത്തെ കാലിന് ധരിക്കുക. വതഖ്ലീമുഫിൻ, നഖം മുറിക്കുക, ആദ്യം വലത്തേ കൈയിന്റെ പിന്നെ ഇടത്തെ, ആദ്യം വലത്തേ കാലിന്റെ പിന്നെ ഇടത്തെ കാലിന്റെ. വഹൽഖി നഹ്വി റസിൻ, തല പോലത്തത്, തലമുടിയുടെ പോലത്തെ പറഞ്ഞ അവനെ കക്ഷം പഠിക്കുക, അതിലൊക്കെ വലത്തേതിനെ മുന്തിക്കുക. വഅഖ്ദിൻ, ഒരാളിൽ നിന്നിട്ട് എന്തെങ്കിലും വാങ്ങുക. വഅതാഇൻ, ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുക. വസിവാക്കിൻ, ബ്രഷ് പല്ല് തേക്കുക. വതഖ്ലീലിൻ, തിക്കകറ്റിയ വെല്ല് തിക്കകറ്റിലും പെട്ട്, പല്ലിന്റെ ഇടത്തിലും പെട്ട്, അതുപോലെ തന്നെ താടി തിക്കകറ്റിലും പെട്ടൊക്കെ പെട്ട്. വയുക്റഹു തർക്കുഹു, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലത്തേതിനെ മുന്തിക്കൽ കറാഹത്താണ്. വലത്തേതിനെ മുന്തിക്കൽ ഉപേക്ഷിക്കുക, അഥവാ ഇടത്തേതിനെ മുന്തിക്കൽ കറാഹത്താണ്. കാരണം തയാമുൽ മുഅക്കദായ സുന്നത്താണ്. അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് മുഅക്കദായ സുന്നത്താണ് അത്. അപ്പോൾ അത് ഉപേക്ഷിക്കൽ കറാഹത്താവും. എന്നാൽ ഇഹാനത്തിന്റെ ബാബിലോ വൈസുന്നോ സുന്നത്താക്കപ്പെടും അത്തയാസുറു, ഇടത്തേനെ മുന്തിക്കൽ ഫീ ളിദ്ദിഹി, ഇതിന്റെ വിപരീതത്തിൽ. അതായത് തെക്രീം ആദരവിന്റെ ഭാഗമാണ് വലത്തേനെ മുന്തിക്കേണ്ടത്. അതിന്റെ നേരെ ഭാഗം എന്ന് പറഞ്ഞാൽ ഹുവമാക്കാന മിൻ ബാബിൽ ഇഹാനത്തി വല്ലതാ, മാലിന്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ എളിമത്തരത്തിന്റെ ഇനത്തിൽപ്പെട്ടതോ ആയതൊക്കെ ആണെങ്കിൽ അവിടെ ഇടത്തേ മുന്തിക്കുക. ഏതുപോലെ കസ്തിൻജായിൻ, മനോഹരം ചെയ്യുക, ശൗചം ചെയ്യുക, അതില് ഇടത്തേ കൈകൊണ്ടാ ചെയ്യേണ്ടത്. വംതിഹാത്തിൻ, മൂക്ക് ചീറ്റുക, മനസ്സിലായില്ലേ? മൂക്ക് ചീറ്റുക വലത്തേ കൈകൊണ്ട് മൂക്ക് ചീറ്റാൻ പാടില്ല, കറാഹത്താണ്. ഇടത്തേ കൈകൊണ്ടാണ് മൂക്കിയിട്ടുണ്ട്. ലിബാസിൻ, വസ്ത്രം അഴിക്കുക, കുപ്പായം കഴിക്കുമ്പോൾ ആദ്യം വലത്തേ കൈ അയക്കേണ്ടത്, ഇടത്തേ കൈ ആദ്യം അയക്കുക, പിന്നെ വലത്തേ. പാന്റ് അയക്കുമ്പോൾ ആദ്യം ഇടത്തേ കാലിന്റെ അയക്കുക, പിന്നെ വലത്തേ കാലിന്. ചെരുപ്പ് ആദ്യം വലത്തേ കാലിൻ്റെത് ഇടുക, ഇടത്തേ കാലിന്റെ ആദ്യം അയക്കുക. ഇങ്ങനെ. അതിന്റെ പുറമെ മുഖം കഴുകുമ്പോ പിന്നെ വലത്തേന് മുന്തിക്കേണ്ടതില്ല. പക്ഷെ അവിടെ എന്ത് സുന്നത്തുണ്ട്? മുഖത്തിന്റെ മേൽഭാഗത്തിൽ നിന്ന് കഴുകാൻ തുടങ്ങൽ സുന്നത്താണ്. മുഖം കഴുകുമ്പോ അതിന്റെ മേൽഭാഗത്ത് നിന്ന് തുടങ്ങുക. കാരണം ഒന്ന് സുജൂദിന്റെ ഭാഗമാണ് നെറ്റി. ആ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ചെയ്തു കാണിച്ചത് എന്ന നിലക്കും മുഖത്തിന്റെ മേലെ നിന്ന് കീഴ്പോട്ട് കൈകളാണ് സുന്നത്ത്. തിരിച്ചായാലും ഫർദ് കൂടുമെങ്കിലും ആ സുന്നത്ത് നഷ്ടപ്പെടും. അതുപോലെ തന്നെ അത്റാഫി യദൈഹി വരിജിലഹി, രണ്ട് കാലിന്റെയും രണ്ട് കൈയിന്റെയും വിരൽ തുമ്പുകളിൽ നിന്നിട്ട് തുടങ്ങുക. കൈ കഴുകുമ്പോൾ സാധാരണ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യല്. കൈ ഉള്ളം കയ്യിൽ വെള്ളം എടുത്തിട്ട് അതിനായിട്ട് മുട്ടിലേക്ക് ഇങ്ങോട്ട് പരലാണല്ലോ. അപ്പൊ ആദ്യം വിരലിന്റെ ഭാഗം മുതൽക്ക് മുട്ട് വരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. കാലും അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന. വിരല് മുതൽക്ക് തുടങ്ങിയിട്ട് നെരിയാണിയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടത്. അല്ലാതെ നെരിയാണി മുതൽക്ക് വിരലുമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകല്ല. അത് സ്വന്തം
ചെയ്യുകയാണെങ്കിലും വേറൊരാൾ വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ വേറൊരാൾ അവന്റെ മേൽ ഒഴിച്ചു കൊടുത്താലും അങ്ങനെ തന്നെ വേണ്ടത്. ശരിയല്ലേ? ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് റൗളയിൽ പറഞ്ഞത് മറ്റൊരാൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കയ്യിന്റെ മുട്ട് മുതൽ വിരൽ വരെ കീപ്പോട്ടും കാലിന്റെ നെരിയാണി മുതൽ വിരൽ വരെ കീപ്പോട്ടുമാണ് കൈകൾ സുന്നത്ത് എന്നാ പറഞ്ഞത്. പക്ഷെ അത് മുഅ്തമദിന്റെ മാറ്റാണ്. മിൻഹാജിൽ മറ്റേ മജ്മു ഉൾപ്പെടെയുള്ള കിതാബുകളിലൊക്കെ മുഅ്തമദാക്കിയത് സ്വന്തം ഭാര്യയാണെങ്കിലും വേറെ ആൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും എന്തിനെ വേണം? വിരല് മുതൽ നെരിയാണി വരെ, അതുപോലെ തന്നെ വിരല് മുതൽ മുട്ട് വരെ തന്നെയാണ് കഴുകേണ്ടത്. നമ്മൾ എന്തേല് ആര് കോലത്തിലാണ് പറഞ്ഞത് എന്ന് എനിക്കൊരു ഓർമ്മ തോന്നുന്നത്. എന്തന്റെ ഭാഗത്തിൽ പറഞ്ഞത് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മുട്ട് മുതൽ ഇങ്ങോട്ട് നെരിയാണി മുതൽ കീപ്പോട്ട് എന്ന്. അത് എന്തേൽ അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല. ഇമാം നബി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ റൗളയിൽ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ മുഅ്തമദ് പറഞ്ഞതല്ല. അത് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ന് പറഞ്ഞു. വേറൊരാള് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും എന്ത് തന്നെ വേണ്ടത്? വിരല് മുതൽ മുട്ടുവരെ, വിരല് മുതൽ നെരിയാണി വരെ തന്നെയാണ് കൈകാലുകൾ കഴുകൽ സുന്നത്ത്. മറിച്ചായ വുദൂ ചെയ്യാവൂല എന്നല്ല, സുന്നത്തായ രീതി അങ്ങനെയാണ്. മുഖം കഴുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എടുക്കലും സുന്നത്താണ്. ബി കഫൈഹി മാൻ, രണ്ട് കൈയൂടി കൂട്ടിയിട്ട് ഒന്നിച്ച്, പ്രത്യേകിച്ച് ഒഴുകലില്ലെങ്കിൽ രണ്ട് കൈയൂടി കൂട്ടിയിട്ട് ഒന്നിച്ച് വെള്ളം എടുക്കലാണ് മുഖം കഴുകാൻ വെള്ളം എടുക്കുന്നതിൽ നല്ലത്. അതുപോലെ തന്നെ ഒരു പാത്രത്തെ വെക്കല് മിൻഹു, കോരിയെടുക്കുന്ന പാത്രമാണെങ്കിൽ അത് വെക്കാൻ യമീനി വലത്തെ ഭാഗത്ത്. പാത്രത്തിൽ നിന്ന് കോരിയെടുക്കുകയാണെങ്കിൽ പാത്രം വലത്തെ ഭാഗത്ത് വെച്ചിട്ട് കോരിയെടുക്കാൻ സൗകര്യം. ഒമായ സബ്ബു മിൻഹു, ഒഴിച്ചു കഴുകുന്ന പാത്രം കിണ്ടിയോ ജവനയോ ജഗ്ഗോ പോലത്തെ ഇതൊക്കെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കഴുകുകയാണെങ്കിൽ അത് അന്യസാരി അടുത്ത ഭാഗത്ത് വെക്കലുമാണ് സൗകര്യം. അതാണ് സൗകര്യം, അതാണ് സുന്നത്തും. ഇനി മുവാലാത്ത്, താഹുദ്, മൂക്ക് ഒരുപാടുണ്ട്, ഒന്ന് കഴിയൂല, മതി. മനസ്സിലായില്ലേ? അധികമായാലേ മുവാലാത്തൊക്കെ മതിയായാലും രാജ്യ, കാരണം 1 മണിക്കൂറിലധികം വരാൻ പാടില്ല. അപ്പൊ ഇന്ന് പക്ഷെ തുടങ്ങാൻ 5 മിനിറ്റ് താമസിച്ചിരുന്നു, എന്നാലും വേണ്ട 3/4 മണിക്കൂർ കഴിഞ്ഞാണ്, അത് മതി. കാരണം എന്താ വെച്ചാലേ ഇന്നലെ പറഞ്ഞേക്കന്നെ കിതാബ് ഓതുപോലുണ്ടാവും, കുറച്ചൊക്കെ അതിനെപ്പറ്റി ഒരു ബന്ധമുള്ള ഓർക്ക് രസമാണ് ഈ കാരണം അറിഞ്ഞിട്ട് അറിയില്ല. അതൊന്നും പരിചയമില്ലാത്ത സാധാരണക്കാരും ഉണ്ടാവുമല്ലോ, ഓർക്കൊരു പൊറുതിയടയ്ക്കാറ്. ഈറ്റങ്ങൾ ഈ വായിച്ച് പറിച്ചിലൊന്നും മതിയാക്കിയിട്ട് ഞങ്ങളെ മഞ്ചേരി പള്ളിക്കര കുത്തുപോലെ, മഞ്ചേരി നമ്മളെ പള്ളിയല്ലട്ടാ, മഞ്ചേരി പഴയ ജുമഅത്തള്ളിക്കൽ ആരും രാജ്യം നോക്കിയിട്ടില്ലല്ലോ, ഇപ്പോഴും അങ്ങനെ തന്നെ. അയ്യുഹന്നാസിയ ജനങ്ങളെ, ഉസീക്കും ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാറുകളെ, നിങ്ങളോട് ഞാൻ വസിയത്തായി പറയുന്നു എന്ന് പറയുന്ന ഓതി പറയാന്നാണ് ഇനി പറയാ. ആ ഓതി പറച്ചിൽ കേൾക്കുമ്പോഴേ കിതാബ് ഓതി ശീലമില്ലാത്തവർക്ക് ഒരു പൊറുതിയടയ്ക്കാറ്. അപ്പൊ അത് മതി. കുറച്ച് അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടും കുറച്ച് സാധാരണക്കാരിയുമാണല്ലോ നമ്മൾ പരിഗണിക്കുക. അപ്പൊ അത് മതി. ഇനി ബാക്കി കീശീരി ക്യാമറയൊക്കെ വിട്ടിന്ന് ചോദ്യം ചോദിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പൊ ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കാനാവും. മനസ്സിലായില്ലേ? ആലുരാജി വന്നു നോക്കണ്ട. മഞ്ചേരി പണ്ട് ഞങ്ങൾ കുടുങ്ങല. കാരണം എന്ന് വെച്ചാൽ മഞ്ചേരി എത്തിപ്പെട്ടാൽ ഒരു പള്ളി കയറിയിട്ട് ജുമാക്ക് കൂടേണ്ടി വന്നാൽ ഇടങ്ങേറ. മനസ്സിലായി? ഒരുത്തി പോയാല് പൊരിഞ്ഞ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം 3 മിനിറ്റ് കൊണ്ട് ഖുതുബ കഴിഞ്ഞു, 2 മിനിറ്റ് കൊണ്ട് ജുമായും കഴിഞ്ഞ്, അങ്ങനെ 1/4 മണിക്കൂർ ഈ ലാത്തി കേട്ടു തീർക്കണം. അല്ലെന്നാ പഴയ മതത്തിലേക്ക് പോകാന്ന് വെച്ചാലോ, അയ്യന്നാസേജനങ്ങളെ, ഉസീക്കും ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാറുകളെ, നിങ്ങളോട് ഞങ്ങൾ വസിയത്ത് ചെയ്തുകൊള്ളുന്നു എന്നിങ്ങനെ ഓതി പറച്ചില്. അതിന്റെ അപ്പുറത്തേക്ക് പോയാ പിന്നെ 5 ചെന്ന് നോക്കിയാൽ നല്ല 1-ാം നമ്പർ ദിക്റും തസ്ബീഹും ദുആവും ഒക്കെ ഉണ്ടാവും. വെള്ളിയാഴ്ചയാണ് ചെന്ന് നോക്കിയാൽ ഒരു സിമ്പിളൻ മൗലവി വന്നിട്ട് ഒരു നീണ്ട ഒരു അങ്ങാടി പ്രസംഗം ചെയ്തിട്ടുള്ള നിസ്കാരം. ഇങ്ങനെ കുടുങ്ങിയിനി. അൽഹംദുലില്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ വിജയം മഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ, പുതിയ ബസ് സ്റ്റാൻഡിന്റെ മുഖത്ത് എല്ലാം കൊണ്ടും സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് വിളിച്ചറിയിക്കുന്ന വമ്പിച്ച ഒരു പള്ളി അഹ്ലു സുന്നത്തുകൾ. ഇപ്പൊ മഞ്ചേരി ടൗണിന്റെ ഹൃദയം നമ്മുടെ കയ്യിലാ. പള്ളി വലുതാക്കി ഇപ്പൊ എ പി ഉസ്താദ് കുടുങ്ങിയാണ്. ഇനിയിപ്പോ വലുതാക്കാൻ കഴിയൂല, ആ ഉള്ളതുകൊണ്ടൊക്കെ നിങ്ങൾ ഒപ്പിച്ചേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാണ് കഴിഞ്ഞ ഉസ്താദ്. ആ നിലക്ക് വലുതാക്കിയിട്ടും ആളെ കൊണ്ട്. അപ്പൊ എന്തേ പറഞ്ഞ, അപ്പൊ ഈ ഓതി പറച്ചില് പരിചയമില്ലാത്തവർക്ക് ഒരു പൊറുതിയടയ്ക്കാൻ.
അപ്പൊ ഇനി ചോദ്യം ചോദിക്കാനുള്ളവർ ചോദിച്ചോട്ടെ. അപ്പോ ഓതി പറച്ചിൽ അവിടെ നിർത്തുക. കുറച്ചതും വേണം, അതിനു വേണ്ടിയിട്ട് ആദ്യം കുറച്ചു നേരം പറഞ്ഞല്ലോ. ഇനി ചോദ്യം ചോദിക്കാനുള്ളവര് കീശീരി ഉണ്ടെങ്കിൽ കീശീരി, അല്ലാത്തവര് മാഷാ അല്ലാഹ് ഡോക്ടർ കീശീരിന്റെ ഐഡിയും കാണുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിന്, നിങ്ങളെ പേര് പറഞ്ഞു കേട്ടോ, നിങ്ങൾ കേട്ട് കാണണം മാറ്റൊന്ന്. രണ്ടാമത് പറഞ്ഞപ്പോ നിങ്ങളെ പറഞ്ഞിട്ടില്ലെങ്കിലും വഫാസാറ് ഞങ്ങൾ പഴയ ചെങ്ങായിമാരായതുകൊണ്ട് അങ്ങനെ രണ്ടട്ടം പറഞ്ഞ്. ഡോക്ടർ കീശിരി നമ്മളെ ചെങ്ങായി തന്നെയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ നല്ലൊരു പ്രവർത്തകനാണ്. അതുകൊണ്ട് മൂപ്പര പേരും പറഞ്ഞിന്. വസ്വാസ് ഉള്ളവരൊക്കെ ചികിത്സിക്കാൻ തുടങ്ങിക്കോളി, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വിടാം. ഈ വസ്വാസുകാര് കാര്യമായിട്ടുണ്ടാവും അത്, മനസ്സിലായില്ല. അപ്പൊ ഇനി ചോദ്യം ചോദിക്കാനുള്ളവർ വന്നോളി, ഞാൻ മൈക്കൂട്ടും.